الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. ജാഹിലിയ്യ കാലത്തുള്ള ഒരു മോശമായ പ്രവർത്തനത്തിനെക്കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ നിരോധിക്കുന്നത്. അത് ജാഹിലിയ്യ കാലം അതിന് പൂർവോപരി ശക്തിയോടെ ഇക്കാലത്ത് തിരിച്ചു വന്നതുകൊണ്ട് ഇന്നും അതിന് പ്രസക്തിയുണ്ട്. ഇത്ര കോളേജും ഇത്ര ഇതും എല്ലാം സംഘടനക്കാരും അതെല്ലാം ഉണ്ടായിട്ടും ജാഹിലിയ്യത്ത് നല്ല പൂർവ്വശക്തിയോടെ വരികയും അബൂജഹൽ ഹയാത്താക്കി ചെയ്തിട്ടുണ്ട്. സമാസയുടെ പോയിന് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരാൾ പെണ്ണ് കെട്ടി കുറച്ചാലും അതൊക്കെ ജീവിച്ച് ഓനിക്ക പെണ്ണിനെ പിടിഞ്ഞു അപ്പോൾ വേറെ പെണ്ണിട്ടെ അവൻ വേറെ പെണ്ണിട്ടാൻ വേണ്ടി എന്താക്കണം, ഇവിടെ വല്ലതല്ലോ കുറ്റം ചുമത്തണം. ഒക്കെന്താ കുറവെന്ന് വെച്ചാൽ ഒരുപാട് കുറവ് പറയാനുണ്ട്. അങ്ങനെ അപ്പുറം കെട്ടിയിട്ട് കുറച്ചാലും കൊണ്ടുനടന്നതിന് ശേഷം എന്താക്കും, അത് ചാടിയിട്ട് മൂന്നാമതൊന്ന് കിട്ടും. അതാണ് ഇപ്പം ശരീരത്തിൽ നിന്ന് ഇപ്പം പറയുന്നത്. 40 കെട്ടലല്ലേ. അപ്പം എന്താക്കുമെന്നറിയോ, ഈ ആദ്യമുള്ള പെണ്ണിനോട് മോശമായി പെരുമാറും. അപ്പം എന്താക്കും, ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തോന്നും. അല്ലെങ്കിൽ ഓള് പിരിച്ചം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ പോകാൻ കഴിയില്ലല്ലോ, ഞാൻ കാണൂലല്ലോ. ഇതെല്ലാം വമ്പിച്ച തെറ്റായ പ്രവർത്തനമാണെന്നാണ് പറഞ്ഞു വരുന്നത്. വഇൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ, ഒരു സൗജിനെ ഒരണയെ നിങ്ങൾ പകരം കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തസബ്ബുജ ഇംറഅത്തിൻ തർഗബൂന ഫീഹ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടാൻ. മകാന സൗജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൗജ് നിലവിലുണ്ട്, ആ സ്ഥാനത്തേക്ക്. തർഗബൂന അൻഹ, അതായത് റഗിബാക്ക് ഫീ ഇട്ട് പറഞ്ഞാൽ അതിൽ ആഗ്രഹിച്ചു എന്നാണ്, അന്നിട്ട് പറഞ്ഞാൽ അത് ഒഴിവാക്കി എന്ന് അർത്ഥം ഉണ്ടാകും. ഒമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് ഒഴിവാക്കാൻ എന്നാണ് അന്നിട്ട് പറഞ്ഞത്. ഫീ ഇട്ട് പറഞ്ഞാലോ അതിൽ ആഗ്രഹിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ തസബ്ബുജ ഇംറഅത്തിൻ തർഗബൂന ഫീഹ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടാൻ. മക്കാന സൗജിൻ, ഇപ്പോൾ ഒരു സൗജ് നിലവിലുണ്ട്, ഓളെ ഒഴിവാക്കാൻ. തർഗബൂന ഫീഹ അൻഹ, അതെങ്ങനെ ഒഴിവാക്കല്? തുതല്ലിഖൂഹ, തലാഖ് എഴുതല്. എത്തരത്തിൽ വആതൈതും ഇഹ്ദാഹുന്ന, ആ രണ്ടിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? ആദ്യത്തേന രണ്ടാമത്തേന? ആദ്യത്തെ ആകുന്നതിലുള്ളൂ. ഖിൻതാറൻ എന്ന് പറഞ്ഞാൽ ഹിദത് സൗജാത്തി, ഖിൻതാറൻ എന്ന് പറഞ്ഞാൽ മാലൻ കസീറൻ, 8 പൈസ മഹറാറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫലാ തഅഖുദൂ മിൻഹു, ആ കൊടുത്ത ഖിൻതാറല്ല നിങ്ങളൊന്നും വാങ്ങാൻ പറ്റൂല. ഷൈഅൻ, ഒരു ഷൈഇനെയും വാങ്ങിക്കൂടാ. ഷൈഅൻ യസീർ, അപ്പം ഷൈഇൻ്റെ തൻവീൻ എന്താ? യസീർ, കുറഞ്ഞ ഷൈ പോലും വാങ്ങിക്കൂടാ. ഫളൻ അനിൽ കസീർ, കസീർ പിന്നെ പറയാനില്ലല്ലോ. ഓളടുത്തെന്തല്ലോ കൊടുത്തിട്ടുണ്ട് മഹറായിട്ട്, അല്ല തിരിച്ചു തന്നെ ഒന്നും അറിയില്ല. എന്നിട്ട് ചോദിക്കുന്നത് അതിൻ്റെ ആ തഅഖുദൂനഹു,
ആ കൊടുത്തതിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നത് അതാ ഹൂവിൻ്റെ ലമീനത്തൊക്കെ ഷൈഅൻ മിൻഹു ബുഹ്താനൻ. ബുഹ്താനൻ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞിട്ട്, അതായത് വ്യാജമായ രീതിയിൽ. ബുഹ്താൻ്റെ അർത്ഥം പറയുന്നുണ്ട്. അതായത് ബുഹ്താനൻ എന്ന് പറഞ്ഞാൽ ബുഹ്താനി വൽദുൽമിൽ അലീം, വമ്പിച്ച ലുൽമ് സംഭവിക്കാൻ വേണ്ടിയാണോ വാങ്ങുന്നത്? അതായത് മാങ്ങലും വലിയ ലുൽമ. എന്തുകൊണ്ട് രൂപം പറഞ്ഞ ഫൈന്ന അഹദഹും, ആ കാലത്തുള്ള ഒരു കൂട്ടർ, അതുപോലെ ഇക്കാലത്തു കാന ഇദാ തസബ്ബജ ഇംറഅത്തൻ, ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് ഫഅജബഹു ഗൈറുഹാ, അപ്പം എന്താക്കിയെന്നറിയോ, വേറൊരു പെണ്ണിയാൾക്ക് അജബായി തോന്നും. അപ്പം എന്താക്കുമോ, ഈ കുപ്പായം മാച്ചിലെന്ന് മറ്റൊരു പറയുന്നില്ലേ, എന്ന കോലം ജാഹിലിയ കാലത്തുണ്ട്. ജാഹിലിയ കാലത്തിനെ നടത്തി വരുന്ന ഇക്കാലത്തുകൊണ്ട് അത് മറ്റൊരാളെ കൊണ്ട് പറയിച്ച്. വാറാതാഞ്ഞ തസബ്ബജഹ, എന്നിട്ട് ആ മറ്റേ പെണ്ണിനെ കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുകയും ചെയ്തു. എന്നാ എന്താക്കും, ബഹത്തല്ലത്തി താഹത്തഹു, ഇപ്പോൾ നിലവിലുള്ള പെണ്ണിനെ പറ്റി എന്താകും, ദുരാരോപണങ്ങൾ പറയും. ബിഫാഹിഷത്തിൽ, പല ഫാഹിഷത്ത് കൊണ്ടെന്താകും, നാടടയിൽ എന്താക്കി ന്യായീകരണം വന്നല്ല, അവൾ അങ്ങനെയാന്നിപ്പോ അവളിങ്ങനെയാന്നിപ്പോ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ടോ ഹത്താ യുൽജിഅഹ, എന്നിട്ട് ആദ്യത്തെ പെണ്ണിനെ നിർബന്ധിതരാക്കും ഇല്ല ലിഫ്റ്റിദാഇ മിൻഹു, ഇവനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി. എന്തുകൊണ്ട്, ബിമാ അതാഹ, ഇവന് ആദ്യം എന്താ കൊടുത്തിട്ടില്ലേ, അല്ല തിരിച്ചു വാങ്ങി എന്താ രണ്ടാമത്തെ പെണ്ണിന് കൊടുക്കുക. ആദ്യത്തെ പെണ്ണിന് കൊടുത്തത് കൊണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ തന്നെല്ലാം തന്നക്കാൻ നിങ്ങൾ പോയിക്കുമെന്ന് പറയുന്നു. ആ അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പൊ പണ്ട് പറഞ്ഞില്ലേ, പൂട്ടലല്ല പൂട്ടിക്കലാണ്. ആ പൈസ എന്താക്കും, വാങ്ങിയ ലീസ്തരീഫഹു, ആ വാങ്ങിയ കാശിനെന്താക്കും, കാശാ കിന്താറല്ലേ കൊടുത്തുന്നത്, ഇല്ല തസ്വീജ് ജദീലത്തി, പുതിയ പെണ്ണിനെ കെട്ടലിലേക്ക് ചിലവാക്കും. അപ്പോൾ എനിക്കെന്താ പണിയപ്പണം കേൾക്കാക്കല. ഇനി പറയട്ടെ, ഇവിടെ ബുഹ്താനൻ എന്നല്ല പറഞ്ഞ്, വൽ ബുഹ്താനു ഫിൽ ലുഗത്തി, ഭാഷയിൽ ബുഹ്താൻ എന്ന് പറഞ്ഞാൽ എന്താ, അൽ കദിബു, കളവ് പറയലാണ്. എങ്ങനത്തെ കളവ്? സാധാരണ എന്തെങ്കിലും കളവല്ല, അതിന് കദിബ് എന്ന് പറഞ്ഞാൽ പോലെ മറ്റൊരാളെ പേരിൽ പറഞ്ഞിട്ട് എന്താക്കണോ, ഓനൊന്ന് ഞെട്ടിക്കണം. ഇല്ലാത്തത് പണ്ട് തെരീക്കത്ത് വിശദീകരണത്തിന് ബുഹ്താൻ പറയണമെന്ന് പറഞ്ഞ മാതിരി സംഘടനക്കാരാ നിയമം അങ്ങനെയാണ്. ബൈനത്തൊന്നും വേണ്ട, അങ്ങാടി ബജാറിന് എന്താക്കണം, അത് കോക്കി വിളിച്ചിട്ട് പറയണം, ഇവിടെ ഒരു ഫുലാനുണ്ട്, അങ്ങനെ അതിൻ്റെ ബാക്കി ബുഹ്താനാണ്. അതാ ഈ ബുഹ്താൻ, കദിബിന് ബുഹ്താൻ എന്നെങ്ങനെ പറഞ്ഞേ, അല്ലത് യുവാദിഹുൽ ഇൻസാനു ബിഹി, അതുകൊണ്ട് എന്താക്കും, ഒരു മനുഷ്യൻ മറ്റൊരാളെ അഭിമുഖീകരിക്കും, സാഹിബഹു, അദ്ദേഹത്തിൻ്റെ സാഹിബിനെ, അലാ ജിഹത്തിൽ മുക്കാബറ എന്ന് പറഞ്ഞാൽ ഓനെന്ത് പറഞ്ഞാലും ഓനെന്താ എൻ്റെ ന്യായം വേണ്ട, ഒന്നും സമ്മതിക്കില്ല. മുക്കാബറ അതല്ലേ നമ്മൾ പറഞ്ഞതന്നെ ശരി, ഈ പറഞ്ഞതിന് അശരില്ല, അത് കളവാണ്, ദുരാരോപണമാണ്, ഞാൻ നിരപരാധി എന്ന് പറഞ്ഞാൽ എന്താക്കൂല, അത് അംഗീകരിക്കൂല. അതൊക്കെ സംഘടനാ പ്രവർത്തനത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ഇനി അസ്ലുഹു, ലോകത്തിൽ ഈ ബുഹ്താൻ വന്നത് മീൻ ബാഹത്തർ റജുലു ഇദാ തഹയ്യറ, ഒരു മനുഷ്യന് ബേജാറായ ബഹത്താന്ന് പറയും. ഇപ്പൊ മൊഹിത്തല്ലതീ കഫറ എന്ന് പറഞ്ഞില്ലേ, ഇബ്രാഹിം അലൈഹി സ്വലാം ഉത്തരം മുട്ടിച്ചപ്പോ ആരാന്ന്, നമ്രൂദ് ആകെ ബേജാറായിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അതിന്ന. അപ്പൊ ഈ കളവിന് ബേജാറുമായിട്ട് എന്താ ബന്ധമെന്നാ ചോദിക്കും. ഇവയ്ക്ക് സഹിക്കാൻ പോലും കഴിയൂല, ആ രൂപത്തിൽ പറഞ്ഞിട്ട് ആ ബേജാറ് അതിന് ലാജ്യമാകുന്നത് കൊണ്ട് എന്താക്കി, ഇതിന് ബുഹ്താൻ, ഇത്തരത്തിലുള്ള ബുഹ്താന് ബേജാർ എന്നർത്ഥം വരുന്ന ബുഹ്താൻ എന്ന് പ്രയോഗിച്ചത്. ആ അതെ, അതാ. അപ്പൊ ഫൽ ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അൽ കദിബു, കളവ. പക്ഷെ കളവ് പലതരത്തിലുണ്ട്. അല്ലദീ യബ്ഹത്തുൽ മക്റൂബു അലൈഹി, ആരെ പേരിലാണോ കളവ് കെട്ടിച്ചമക്കുന്ന ഓനങ്ങൾ ഞെട്ടി ബേജാറായി പോകും, ആ ജാതി കളവ്. വയുദ്ഹിഷുഹു, അവനെ എന്താ എപ്പോൾ കളത്തിലാക്കും. അപ്പൊ പറഞ്ഞു മനസ്സിലായ, ബഹത്ത എന്ന് പറഞ്ഞ അസല് കളവ്,
അപ്പം എല്ലാ കളവിനും അങ്ങനെ ഞെട്ടലും ബേജാറുണ്ടാവുമോ? ആരെ പേരിലാണോ കളവ് വെച്ച് കെട്ടിയത് അയാളാകെ ഞെട്ടിത്തെറിച്ചിട്ട് എന്താ ജീവിച്ചിട്ട് എന്താ വേണ്ടിയെന്നവരെ തോന്നും. ആ ബേജാറാണ് ലാസിമാക്കുന്നത് കൊണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഭയങ്കര കളവായി എന്നിട്ടോ മുബീന വളരെ വ്യക്തമായ കുറ്റമയച്ചു. അതായത് കുറ്റമാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ആ രൂപത്തിൽ വ്യക്തമാണ്. ഐ ആസിമീന, ഇസ്മൻ എന്ന് പറഞ്ഞ മസ്തറാണ് ശരിക്കും, അതിനെന്താക്കി ഇസ്മ ഫായിലാക്കി. അത് ഇയാനൻ എന്ന് പറഞ്ഞാൽ മുബീനൻ എന്നൊരു വസ്ഫോർജല്ല. അപ്പം കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന രീതിയിൽ, അല്ലെങ്കിലോ മുബീന് മറ്റൊരർത്ഥം ഔലി ദംബി, ദംബേദ ഇസ്മ് അല്ലാഹിരി, വളരെ വ്യക്തമായ ഇസ്മ്. അപ്പം ഇത് വമ്പിച്ച ബുഹ്താനുമാണ്, ഇസ്മും മുബീനുമാണെന്ന് അള്ളാഹു പറഞ്ഞു. ആ രൂപത്തിലാണോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് വകൈഫത്ത് ഖുദൂനഹു, നിങ്ങൾ എങ്ങനെയാണത് വാങ്ങുക? അതായത് അയ്യ വജ്ഹിൻ വമഅനൻ തഫ്അലൂന ഹാദാ, എന്ത് ന്യായത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്? എത്തരത്തിൽ വഖദ് അഫ്ളാ ബഅദുകും ഇലാ ബഅദിൻ, നിങ്ങളിൽപ്പെട്ട ചിലരെ കൊണ്ട് ചേർന്നിട്ടുണ്ട്. അതാ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ട് അല്ലേ? ഐ ഖദ് ജറ ബൈനകും വബൈനഹുന്ന അഹ്വാലും മുനാഫിയത്തുൻ ലഹു, ഈ ആരോപണങ്ങൾ പറയാനും ഓളെ കൈമന്ന് പൈസ പിടിച്ച് പറിക്കാനും എതിരാകുന്ന അഹ്വാല് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കാലം കഴിഞ്ഞില്ലേ? അതാ മുനാഫിയത്തുല്ലഹു തന്നെ പിടിച്ചു പറിക്കല്ലേ. എന്തിനാ മിനൽ ഖൽവത്ത് നടന്നിട്ടുണ്ട്, വൽ മുആശറത്ത് നടന്നിട്ടുണ്ട്, വസുബൂത്തി ഹഖ് ഖിദ്മത്തിഹിന്ന ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൾ ഖിദ്മത്ത് എടുക്കുന്ന ഹക്കുകൾ വന്നിട്ടുണ്ട്. അപ്പം ഖിദ്മത്ത് എടുക്കുന്ന മഖ്ദൂമാരാ നിച്ചം കഴിയാതെ. അപ്പം ഇത്തരം കാലവും അവൾ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. ഖിദ്മത്തിഹിന്ന എന്ന് പറഞ്ഞാൽ ഫായിലേക്ക് ലാഫത്താണ്. ഇപ്പം ലക്കും എന്ന് പറഞ്ഞല്ലോ. ഓള് വലിയൊരു കടമയായിട്ട് ഞങ്ങൾക്ക് ഇത്ര കാലം ഖിദ്മത്ത് എടുത്ത് തന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓളെ വലിയ കളവ് വെട്ടിയുണ്ടാക്കിയിട്ട് പൈസ കിട്ടാൻ ഉദ്ദേശിക്കുന്നത്. വകൈരിതാലിക്ക് അങ്ങനെ പലതും. ഇനി വഖദ് അഖദ്ന മിൻകും, നിങ്ങളെ വക്കൽ നിന്ന് അവർ സ്വീകരിച്ചിട്ടുണ്ട് മീസാക്കൻ അലീദ, കടുപ്പമേറിയ മീസാക്ക്. എങ്ങനെയാന്ന്? ഞാൻ ഇവിടെ സകലതും ഏറ്റെടുത്ത് കൊള്ളാം. ആ കബിൽത്തുവിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ അതാ ഉള്ളത്. അല്ലാണ്ട് നാളെ നിന്റെ പൈസയും തട്ടിയിട്ട് ഞാൻ നാടുകൂടുന്നല്ല. അതാ മീസാക്കൊന്നും അലീദ, ബാക്കി ഭയങ്കര കരാറാന്നാ പറഞ്ഞത്. അതാ അഖദ്ന മിൻകും അഹദൻ വസീഖൻ, പൊളിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള കരാർ. അതേതാ? ഹഖ്ഖു സുഹബത്തി വൽ മുആശറത്തി ബിൽ മഅറൂഫ്. അതും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഉസബ്ബിജുക അലാമ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. ഈ കരാറോടുകൂടി എന്നാണ് ഒന്നിക്ക് എന്താണ്? ഇംസാക്കും ബിമഅറൂഫ് അല്ലെങ്കിൽ തസ്രീഹും ബിഇഹ്സാൻ. ഒരു നിക്കാഹിന് ഖോജ പറഞ്ഞ്, നമ്മൾ നല്ല ഖോജയല്ല, വേറൊരു ഖോജ അങ്ങനെ കൂട്ടിക്കൊണ്ടാന്ന ഖോജ, അത് പറയാൻ പാടില്ല. എന്താണ്? അത് പുത്തരി തന്നെ കല്ലടിയാകും തസ്രീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഫത്ഹുൽ മുഈൻ ഇത് പറയൽ സുന്നത്താന്നുണ്ടല്ല, വിട്ടുപോയെങ്കിൽ മറ്റുള്ള ആൾ പറയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലം തെറ്റ. ആ തെറ്റ് പറയലടുത്തേക്ക് എത്തി. ആരായി ഫത്ഹുൽ മുഈൻ ആളെന്നറിയോ നിങ്ങൾക്ക്? ആരായി അനത്തുകാരനെന്നറിയോ? അപ്പം ഇയാൾ ഏത് അന്തമല്ല ജീവിക്കുന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പഠിച്ചാൽ ഇയാളെ വാദം പൂത്താക്കാൻ വേണ്ടിച്ചു യാനത്തെടുത്ത് കാണിച്ചു കൊടുത്തു. അതൊന്നും ശരിയല്ല. പുത്തരി തന്നെ കല്ലടിച്ചു. ഇങ്ങനത്തെ ആളെല്ലാം നല്ല തൊപ്പിയും വെള്ളം കെട്ടിയിട്ട് കൊണ്ടിരുന്നു. അവന് മാങ്ങാലപ്പൊരിയായാലും നിങ്ങളെ കണക്ക് അയക്കുമായിരുന്നു കഴിഞ്ഞു. അത് പറയുന്ന ഉസബ്ബിജുക അലാമ അമറല്ലാഹു മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. ഒന്നിക്ക് നല്ല നിലക്ക് കൊണ്ടു നടക്കണം, അല്ലെങ്കിലോ ഒരു പ്രശ്നമില്ലാതെ പിരിഞ്ഞു പോകണം. എന്നിട്ടാണ് എന്താ പറയും? സീവ പറയും. അതാണ് ഇത് ഇസാഖുൻ ഖലീൽ. എന്നിട്ട് ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല കരാറ്.
നിന്റെ പേരിലെന്താക്കുക, കുറേ കാലം ജീവിച്ചിട്ട് കുറേ പഴിചാരുക, എന്നിട്ട് കുറേ എന്താക്കും ഓളെ ബുദ്ധിമുട്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇയാളെ നൊയിഞ്ഞ് കിട്ടിയാൽ ഞാനെന്തെങ്കിലും കൊടുത്തക്കപ്പം. അപ്പം ഷെയ്ഉൻ യസീറും പറ്റാൻ പോലെ ഹറാമായ സ്വത്തെന്നാവും. പിന്നെ ബിൽഡെന്താ പിന്നെ പറയണ്ട്? ശരിയല്ലേ? ആവുമാ അഷാറ ഇലൈഹി, അല്ലെങ്കിൽ മീസാഖുൻ ഖലീദ് കൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലേക്കാണ്. എന്താണ്? ബി ഖൗലിഹി അഖൽതുമൂഹുന്ന ബി അമാനത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ അമാനത്തനുസരിച്ചാണ് നിങ്ങളെന്താക്കുന്നത്, ആ പെണ്ണിനെ ഏറ്റെടുക്കുന്നത്. പിന്നെ വസ്തഹലൽതും ഫുറൂജഹുന്ന, അവരുടെ ഫുറൂജിനെ നിങ്ങൾ ഹലാലാക്കിയതും ആ അടിസ്ഥാനത്തിലാണ്. പിന്നെ ബി കലിമത്തില്ല, അള്ളാഹിൻ്റെ കലിമത്ത്. അള്ളാഹിൻ്റെ കലിമത്ത് ഈജാബും കമോലിനും പഠിച്ച് വാക്കാണെന്ന് മറ്റുള്ള ശർഹിൽ കാണാം. ഹാദാ ജുസുഉൻ മിൻ ഹദീസിൻ അഖ്റജഹു മുസ്ലിം വഅബൂ ദാവൂദ് വന്നസായി. നീണ്ട ഒരു ഹദീസിൻ്റെ ഒരു ഭാഗമാണത്. ഇപ്പോൾ ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞത്, സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞു. അതാ വഅലം, ഹദീസാണ് തീർന്നേ. അന്ന ഹാദിഹിൽ മുആമലാത്തി മിൻ തളീഖിൻ നിസാഇ, പെണ്ണുങ്ങന്മാരെ ബുദ്ധിമുട്ടാക്കുന്ന ഏർപ്പാടുകളാണ് ഇതൊക്കെ. തീർന്നില്ലേ? വമൻഇഹിന്ന മിനൽ അസ്വാജ്, അസ്വാജിനെ തൊട്ട് ഓരെ തടയുന്ന പരിപാടിയാണ്. കാരണം അയാൾ മറ്റേ ആദ്യത്തെ മാപ്പിളായിട്ട് തെറ്റിപ്പിച്ചു വരെ ഇനി വളാരെ കെട്ടല്, അയാളെ അനുഭവം നമുക്കും വരൂലേ? ഇയാൾ പുറത്തു വെച്ച് അങ്ങാടി പാട്ടാക്കിയിട്ടുണ്ടാവും. അതാ അവളെ കയ്യിലുള്ള നിങ്ങൾ കൊടുത്തോ വാങ്ങി എന്തോ കൊട്ടോ അത് ലുൽമായിട്ട് പിടിക്കാവുന്ന വകുപ്പാണ്. കുല്ലുഹാ വഅംസാലുഹാ ലൈസത് മിൻ അമാറത്തിൽ ഈമാനി വസമറാത്തിഹി, ഇത് മുഴുവനും ഇത് പോലത്തെ വേറെ കാര്യങ്ങളും ഒരു ഈമാനിൻ്റെ വല്ല അടയാളത്തിൽപ്പെട്ടതല്ല എന്നാണ്. ഈമാനിൻ്റെ സമറത്ത് അല്ല ഇത്. എന്തുകൊണ്ട്? അന്നൽ മുഅ്മിന അഖുൽ മുഅ്മിൻ, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനിൻ്റെ അഖാണ്. ലാ യദ്ലിമുഹു, അത് ഹദീസാണ്. ലാ യദ്ലിമുഹു വലാ യശ്തിമുഹു, അവനെ ദുൽമ ചെയ്യാനും പാടില്ല, അവനെ ചീത്ത വിളിക്കാൻ പാടില്ല. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിൻ ബിൽഡിങ് പോലെയാണ്. ബിൽഡിങ് എന്താന്ന്? എവിടുന്നല്ലോ ചെത്തി മുറിച്ച് കൊണ്ടാകുന്ന കല്ലായിരിക്കും ചുമരാക്കിയിട്ടുണ്ടായി. ഏതെല്ലോ കാട്ടിലുള്ള മരങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചു. എന്നുവെച്ചാൽ എല്ലാം കൂടെ ഒറ്റ സാധനമായി. യശുദ്ധ ബാലുഹു ബാല, ആ ബിൽഡിങ്ങിൻ്റെ ചില ഭാഗത്തിന് ശക്തി പരസ്പരം ഘടിപ്പിച്ചിട്ടല്ലേ ഉള്ളത്. അപ്പോൾ താങ്കൾ ഉപമിച്ച ഉപമയാണ്. വഖദ് സറഹ ബിനഫിയിൽ ഈമാനി, ഈമാൻ ഇല്ലാന്ന് തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? അമ്മല്ലാ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തം തടിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നൊരു കാര്യം അഖിന് വേണ്ടിയും ഇഷ്ടപ്പെടാതിരുന്നാൽ എന്താ? ലാ യുഅ്മിനു, അതാ പറയുന്ന ഹദീസ്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തം നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം അഖിന് വേണ്ടിയും ഇഷ്ടപ്പെടാത്ത കാലത്തോളം മുഅ്മിനാവൂല എന്നാണ്. അപ്പോൾ ഈമാനും എതിരാണ്. അതെന്താ പറഞ്ഞത്? അമാറത്തുൽ ഈമാനല്ല. അതുകൊണ്ട് ഫഅലൽ മർഇ, മനുഷ്യന് നിർബന്ധമാണ് അൻ യുൻസിഫ ഫീ ജമീഇ അഹ്വാലിഹി, ഏതൊരവസരത്തിലും നീതി, ഇൻസാഫ്. ഖുസൂസൻ അൽ അഖാരിബ് വൽ അസ്വാജ്, പ്രത്യേകിച്ച് അഖാരിബിനോടും അസ്വാജിനോടും. ഫഇന്ന തഹദ്ദിയൽ അദ്ലി ലഹും മിനൽ വാജിബാത്ത്, എന്തുകൊണ്ട്? അവർക്കൊക്കെ നീതി വളരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള വാജിബാത്തിൽപ്പെട്ടതാണ്. അതാണ് തീർന്നത്. ഇനി ആതൈതും ഇഹ്ദാഹുന്ന കിൻതാറൻ എന്ന വാക്കില് ആ പെണ്ണിന് നിങ്ങൾ മഹറായിട്ട് കൊടുത്ത വലിയൊരു കിൻതാറാണ്. അവിടെ ധാരാളം കിൻതാറിൻ്റെ അളവ് മഹർ കൊടുക്കണമെന്ന് വരുമോ എന്ന്? അത് വരൂല. എന്തുകൊണ്ട്? ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ പേരിൽ അതിശയം അവനെ വമ്പിക്കാൻ വേണ്ടി മുബാലകത്തിന് വേണ്ടി പറയും. ഓക്ക് സ്വർണത്തിൻ്റെ മല തന്നെ കൊടുത്താലും ശരി, ഒരു തരി പോലും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ മല മഹറാവുന്ന അർത്ഥം ഇല്ല. അപ്പോൾ വഅലം അന്നൽ ആയത ലാ ദലാലത ഫീഹാ അലാ ജവാസിൽ മുഗാലാത്തി ഫിൽ മഹർ, അതെന്തിനാ മുബർ പറയുന്നറിയോ? ഇതിനെ ദുരുപയോഗം ചെയ്ത കുറേ കൂട്ടർക്ക് മറുപടിയാണ്. അത് ചോദ്യം ആദ്യം എടുത്തു നോക്കൂല.
മഹറിൽ വല്ലാണ്ട് കയറ്റിപ്പറയണം എന്നൊന്നും അതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടില്ല? എന്ന ഖൗലഹു തആല വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ എന്നല്ല പറഞ്ഞത്. അതിൽപ്പെട്ട പെണ്ണിനെ നിങ്ങൾ കിന്താറ് കൊടുത്താലും ആയിക്കൂടാന്നല്ലേ? അവിടെ കിന്താറ് കൊടുക്കണമെന്ന് വരുമോ? ലാ യദുല്ലു അലാ ജവാസി ഈതാഇൽ ഖിൻതാരി, കിന്താറ് കൊടുക്കണമെന്നത് അറിയിപ്പില്ല. എന്തുകൊണ്ട്? കമാ അന്ന ഖൗല ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ എന്ന് പറഞ്ഞു. ഏതിൽ? ഫീഹിമ, ആകാശഭൂമിയിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഏതെങ്കിലും ഇലാഹ് ഉണ്ടാകുകയാണെങ്കിൽ ഇതെല്ലാം ഫസാദാകും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ തർക്കം തീരൂല. തർക്കം തീരണ്ടെടുക്കുമ്പോൾ ഒരാൾ പടക്കാൻ പറഞ്ഞു, മറ്റൊരാൾ കച്ച് പൊളിക്കും. അപ്പം ഇവരുടെ ഇപ്പം തന്നെ ഉണ്ടായിരുന്നു. രണ്ടിടെ ഇവർ വണ്ടി ഓടിച്ചാൽ എന്താ ഉണ്ടായിരുന്നു? ഒരാൾ ക്ലച്ച് പിടിക്കുക, ഒരാൾ ആക്സിലേറ്ററും പിടിക്കുക, ഒരാൾ ബ്രേക്കും പിടിക്കുക, മറ്റാൾ ഗിയർ പിടിച്ച് വെക്കുക. ഈ വണ്ടി എങ്ങനെ ഓടിക്കല്? ആണ്ടെന്ന് കുറ്റി കീമം പറയല്, ബാക്കിയുള്ള ആൾ കാണികളായി നോക്കി നിൽക്കുക, ഒന്നും തൊടാൻ പാടില്ല. നമുക്ക് ചില കാനൂനുണ്ടാവും. അപ്പോൾ ഒറ്റയാളെ കൊണ്ട് നടത്തേണ്ട ചില സംഗതിയുണ്ട്. അപ്പോൾ അള്ളാഹു ഒറ്റ ഇലാഹുള്ളത് കൊണ്ടാണ് ഈ കോലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളിലേക്ക് ആവശ്യമില്ലല്ലോ. കാരണം ഈ ലോകം സൃഷ്ടിക്കാൻ ലോകം വലിയൊരു സാധനം തന്നെ വെക്കാം. വെറും തക്ക തീരാൻ അള്ളാഹിൻ്റെ അളമത്തിലേക്കോ കുതിരത്തിലേക്കോ ചേർത്താൽ ഇതൊരു ശൈവല്ല, ഒന്നുമല്ല. ഇപ്പോട്ട് ആണെന്ന് വെക്കാം. ഏതായാലും ഉണ്ടാക്കിയില്ലേ? വലിയൊരു ശൈവാണെങ്കിലും ഉണ്ടാക്കിയെന്ന് വെക്കാം. ഉണ്ടാക്കി വെക്കാൻ ഇതിലുള്ള എല്ലാ A to Z നിലാമെന്നും അള്ളാഹു തആല കഴിവുള്ളവനാണെന്നില്ലേ? പിന്നെ മറ്റേ എന്തിനാ അതിൻ്റെ ആവശ്യം? വെറുതെ ഇരിക്കാനാ? കാദ്യമാനവാദ ശമ്പളം വാങ്ങൽ മാത്രമാണ്. അതൊക്കെ എന്താ പണി? ഞാൻ പറഞ്ഞ ആഴ്ചക്ക് കൊണ്ട് മാറണമെന്നിട്ട് ഒരു ദിവസം നിങ്ങളൊക്കെ ഉപ്പായിടലോ, പിന്നെ ശമ്പളം വാങ്ങാൻ പോകും. ഇതാ പണി. ബാങ്ക് കൊടുക്കാൻ മുക്കിരിക്കുന്നുണ്ട്, അടിച്ചു വരാൻ ഫർദാശുണ്ട്, പിന്നെ ഇമാമത്തൊക്കെ ഖത്തീബുണ്ട്. പിന്നെ ഇയാൾക്ക് എന്താ പണി? അപ്പോൾ ആ രണ്ടാമതുള്ള ഇലാഹ് എല്ലാ കഴിവോടുകൂടി എന്താക്കി ഇങ്ങനെ നിൽക്കും. അയാൾക്ക് പണിയില്ല. കാരണം ഇയാൾ ഈ ഉള്ളത് തന്നെ എല്ലാം പര്യാപ്തമല്ലേ ഇപ്പം? അപ്പൊ ഒന്നിലധികം വേണ്ടാന്ന് തന്നെ അക്കൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നിലധികം ഇലാഹ് ഉണ്ടാകുകയാണെങ്കിൽ ഫസാദ് ഉണ്ടാകുമെന്ന് കൊത്തി പറഞ്ഞുകൊണ്ട് ഒന്നിലധികം ഇലാഹ് ഉണ്ടാകണമെന്ന് വന്നാണ്. ലാ യദുല്ലു അലാ ഹുസൂലിൽ ആലിഹത്തി, കുറെ ഇലാഹുകൾ വേണമെന്ന് അറിയിച്ചിട്ടില്ലല്ലോ. അപ്പം മുബാലക എന്ന് പറയും. നിങ്ങൾ ആ പെണ്ണിന് എന്താക്കി സ്വർണത്തിൻ്റെ ഒരു മല തന്നെ കൊടുത്താലും അല്പം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. അപ്പോൾ കാര്യം എന്താ? വൽ ഹാസിലു അന്നഹു ലാ യൽസമു മിൻ ജാലി ശൈഇ ശർതൻ ലി ശൈഇൻ ആഖർ. ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യത്തിന് എന്താക്കി ഷർത്താക്കി വെച്ചാൽ കൗനു ദാലിക ഷർത്ത് ഫീ നഫ്സിഹി ജായിസുൽ വുഖൂ, ആ ഷർത്ത് സംഭവിക്കുന്ന കാര്യമാണ് എന്ന് അറിയിക്കൂല. ഇത് നിങ്ങൾ അവൾക്ക് കിന്താറ് കൊടുത്താൽ പോലും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കിന്താറ് കൊടുക്കൽ എന്നുള്ളത് ഉണ്ടാവണം എന്ന് അറിയിക്കൂല. 7 ബഹരൽ കുളിപ്പിച്ചാലും ഓം വൃത്തിയാവൂല എന്ന് പറഞ്ഞാൽ 7 ബഹരൽ കുളിപ്പിക്കലുണ്ടായിരുന്നെങ്കിലും അതൊരു മുബാലഗയാണ്. കദാ ഖാല ഇമാമ ഫീ തഫ്സീരിഹി. ഇനി വഫിൽ ഖബരി ഹദീസിലുണ്ട് മിൻ ബറക്കത്തിൽ മർഅത്തി, ഒരു പെണ്ണിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ് സുറഅത്തു തസവ്വുജിഹാ, വേഗം പാണ് കിട്ടുന്നുണ്ട്. നോളാട്ടാകാൻ നടന്നിട്ടും കൊല്ലങ്ങളോളം പരന്ന് നടന്നിട്ടും പുജാപ്പള്ളം കിട്ടുന്നില്ല എന്നല്ല വരൂല. പെട്ടെന്ന് വാകലും അങ്ങനെല്ലാം കഴിഞ്ഞു. വസുറഅത്തു റഹ്മിഹാ ഇലൽ വിലാദ, പ്രസവത്തിലേക്ക് അവളെ ഗർഭാശയം ഉണ്ടാക്കുന്നത് വേഗത്തിലാകുന്നതെന്ന് തന്നെ കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടും വരുന്നില്ല എന്ന് വരണ്ട. യുസ്റു മഹരിഹ, അതാണ് നമ്മളെ ചർച്ചാ വിഷയം. മഹർ ലഘുവാകുക. അല്ലെങ്കിൽ പാവങ്ങളായ പുരുഷന്മാർക്ക് പെണ്ണിട്ടലുണ്ടാവില്ല. ഇനി വലാ ബുദ്ദ ലിർറജുലി, പുരുഷന് കൂടാണ്ട് കഴിയൂല അൻ യുവഫിയഹ
സദാഖഹ അവളെ സദാക്ക് പൂർണ്ണമായിട്ട് കൊടുക്കണം. ഒപ്പിയഹ തന്നെ പെണ്ണിന് കൊടുക്കണം എന്നർത്ഥം. ഉപ്പപ്പാക്കോ കാരണവർക്കോ മറ്റൊനിക്ക് കൊടുക്കണമെന്നല്ല. ഇപ്പം പറയുന്നുണ്ട് ഇത് അതൊന്നുമല്ല, അവർ എന്തെങ്കിലും പറഞ്ഞോട്ട് പെണ്ണ് അത് ഉപ്പാന്റെ സ്വത്താണ്. എന്നിട്ടോ സദാഖഹ കാമിന് പൂർണ്ണമായി തന്നെ കൊടുക്കണം. ആ എൻവിയ കാലിക്കാൻ ഇപ്പം കൈമ റെഡി ഇല്ലെങ്കിൽ അത് കരുതി വെക്കുകയെങ്കിലും വേണം. സദാക്ക് തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ ഒരാൾ മനസ്സിൽ കരുതിയാൽ പോലും ഖിയാമത്ത് നാളിൽ അയാൾ വരുന്നത് വാസിബൻ പിടിച്ചു പറിക്കാനായിട്ടാണ് വരിക. തൽക്കാലം അങ്ങനെ നടക്കത്ത് സദാക്ക് കൊടുക്കണ്ടപ്പ. കാരണം പെണ്ണിനോട് ആരാ കലമ്പ നിൽക്കുന്നു? കമ അന്ന മനിസ്തദാനദൈനൻ മറ്റൊന്ന് ഒരാൾ കടം വാങ്ങി ബഹുവ എൻവി അല്ല യഹൂദ് ഇത് വീട്ടൂല എന്നാണ് ഓനെ മനസ്സിലുള്ളത്. ഓനെന്നാ വാങ്ങുമ്പം തന്നെ ഇത് വീട്ടൂല എന്നാണ് ഓനെ മനസ്സിലുള്ളത്. എന്നാൽ ഇസീറു സാലിക്കൻ നമുക്ക് കള്ളനായി മാറി. ഇനി വലായുമാത്തില മഹ്റഹ മഹർ ഇന്ന് തരാ നാളെ തരാ ഇന്ന് തരാ നാളെ തരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുട്ടുക. മൊത്തലെന്ന് പറഞ്ഞിട്ടില്ലേ അതും ഇല്ല. ഞക്കൂന ഫക്കീറൻ ഇവ ഫക്കീറായി പോയാലൊഴികെ. ഫക്കീറായി കൊടുക്കണ്ടെന്നല്ല, കടമോൻ്റെ കയ്യിലുണ്ട്. അല്ലെ പെണ്ണ് എന്താക്കാം ആക്കിയാലും ബാലികവും മുഖ്താറുമായ പെണ്ണ് വേണ്ടാന്ന് പൊരുത്തപ്പെടുകയാണെങ്കിൽ ഓക്കെ. മുമ്പ് പറഞ്ഞല്ലോ തൊബിനലക്കും മനുഷ്യൻ അല്ലെങ്കിലോ പെണ്ണ് അവളെ ഇഷ്ടപ്രകാരം അതിന് അവധി കൊടുത്താലും പറ്റും. പെണ്ണിന്റെ നിർബന്ധിത സാഹചര്യത്തിൽ എന്നാ പിന്നെ തന്നേപ്പാന്ന് പറഞ്ഞാൽ പറ്റൂല. അതിന് തെബിന. ഇനി വയുഅല്ലിമഹ ഭർത്താവിന്റെ കടമയുണ്ടെന്ന് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അഹ്കാമ ത്വഹാറത്തി തഹാറത്തിന്റെ അഹ്കാമുകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അനിവൻ ആദ്യം മുലാറുണ്ട് മതസ്വീകാരാത്താനാണെങ്കിലോ വൽ ഹൈദി ഹൈദിന്റെ മസാലകളും പഠിപ്പിക്കണം. വസ്സലാത്തി നമസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ എന്താക്കണം പോരാത്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. വഗൈരി ദാലിക് അതങ്ങനെ ബി ഖദരി മാ തുഅദ്ദി ബിഹിൽ വാജിബ് അവള് വാജിബ് വീട്ടാൻ ആവശ്യമായ കതിര്. അല്ലാണ്ട് വലിയ പൊത്തു കൊടുക്കുന്ന ആളൊന്നും ആയിക്കൊള്ളുന്നില്ല. അവളവൾക്കുള്ള വാജിബിന്റെ കതിര് വീട്ടാൻ ആവശ്യമായതെല്ലാം എന്താക്കണം ഭർത്താവ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇവനാദ്യം പഠിക്കുമ്പോഴും എന്നിട്ടോ അഹ്ലുസുന്നത്തിന്റെ ഏറ്റിക്കാദ് ഇന്നതാണെന്ന് എന്താക്കണം ചൊല്ലി പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പം എന്താക്കും യുക്തിവാദി ഏറ്റി വരും. ഓളാ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വെച്ചിനെ ഇപ്പം പഠിച്ചോനില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ആളെ കോളേജിൽ പഠിക്കുന്ന പാഠ്യഭാഗം യുക്തിവാദാക്കി മാറ്റി. അതിനാലെ കോളേജിലേക്ക് ആളെ കൊണ്ട് പോകുന്നു. ഓള് പോകുമ്പോൾ അന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം പറയുന്നതിലും അന്നില്ല. അന്ന് ലേശം കൂട്ടും. അഹ്ലുസുന്നത്തിന്റെ അഖീദ വേറെ തന്നെ ഉണ്ട്. വയെല്ലാം ഞാനും ഇവനിക്ക് അറിഞ്ഞുകൂടാന്ന് നോക്കി ഇവൻ മണ്ടനാണ്. എന്നാലോ വേറെ ആളോട് പോയി ചോദിച്ചിട്ട് പഠിക്കുക. എന്താ പഠിച്ചോ എന്നിട്ട് പെരക്ക് പാടെടുക്കുക. ഇതുണ്ടാ എന്നിട്ടോ വൽ ജൻഖുൽ ഇലൈഹ ജവാബൽ മുഫ്തി ആ ഫത്വ കൊടുത്ത ആളുണ്ടല്ലോ അവരെന്താ കൊടുത്ത മറുപടി അത് ഇവളാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇവൻ ചോദിക്കാനും പോകുന്നില്ലേ എന്നെന്താക്ക ഓക്ക് വാജിബായ പഠിപ്പിന് വേണ്ടിയിട്ട് ക്ലാസ്സിനൊക്കെ പോകാം. അതാ പറയുന്ന ഫലാ ബുദ്ദ ലഹാ മിനൽ ഖുറൂജി ലിസ്സുആലി സുആലിന് വേണ്ടി എന്താക്കാം പോകൽ അനിവാര്യമാണ്. വാജിബായ കാര്യത്തിനെ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മരിക്കോളം ജാഹിലായിട്ട് കഴിഞ്ഞോണ്ടേ മാപ്പള പഠിപ്പിക്കണോ എനിക്കറിഞ്ഞുണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടെങ്കിലും പഠിപ്പിക്കൂല. ഓനോട്ട് പഠിച്ച് പഠിക്കൂല. ഇപ്പം പെണ്ണ് കുടുങ്ങിയില്ലേ. ഫർളുകളെല്ലാം പഠിപ്പിച്ച് തഅല്ലുമിലേക്ക് പോക്ക് വേണ്ട. അനിവാര്യമായി കിട്ടിയില്ലേ ഫർള്. ആ മജ്‌ലിസ് ദിക്റിൻ അല്ല ദിക്റിന്റെ മജ്‌ലിസിലേക്കും പോകണ്ട. ഇല്ലാ ബില്ലാഹു അവന്റെ തൃപ്തി ഇല്ലാതെ കണ്ട് പോകണ്ട. പാർട്ടിക്കാരെവിടെയെങ്കിലും പുറത്തെത്തിക്കണം നോക്കണേ. മക്കക്കാരിയായ പെണ്ണിന്
സുന്നത്താക്കപ്പെട്ടവർക്ക് തന്നീമിൽ പോലും ഹുത്തൻമിൽ ഇബാറത്തില്ലേ, അത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഉടനെ കുറിപ്പ് വന്നിട്ട് മിണ്ടാൻ പറ്റൂല, കൊണ്ടുപോകുന്ന ഏജന്റുമാർക്ക് ആള് പറയുന്നുണ്ട്. فمهما أهمل المرء حكما من أحكام الدين, അതാ ഒരു മനുഷ്യൻ എന്താക്കി ദീനിൻ്റെ ഹക്കാമിൽപ്പെട്ട ഒരു ഹുക്മ് പാഴാക്കി, പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അമൽ ചെയ്തിട്ടില്ല, അങ്ങനെ പാഴാക്കി. വലം യുഅദ്ദിബ്ഹാ വലം യുഅല്ലിംഹാ, അവൾക്ക് അദബും പഠിപ്പിച്ചില്ല, ഇൽമും പഠിപ്പിച്ചിട്ടില്ല. ഔ മനഅഹാ അനി തഅല്ലുമി, തഅല്ലുമിനെ തൊട്ട് ഓൻ തടഞ്ഞി. നശാറകഹാ ഫിൽ ഇസ്മി, കുറ്റത്തിൽ അവൻ വലിയ പങ്കാളിയായി. ഓൾ അങ്ങനെ ആക്കിയത് ഇവനല്ലേ. ഇനവിടെ തീർന്നു, കമ്മീഷൻ തീർന്നു. ഇനി മഹറം ആരൊക്കെയാന്ന്, കെട്ടാൻ പാടില്ലാത്ത മഹറം ആരൊക്കെയാണെന്ന് എണ്ണാൻ പോകുന്നു. ولا تنكحوا ما نكح آباؤكم من النساء ولا تنكحوا, നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്, മാ നകഹ ആബാഉക്കും, നിങ്ങളെ പിതാക്കന്മാർ നിക്കാഹ് ചെയ്ത, മാന്ന് പറയുമ്പോൾ ഒരു പെണ്ണായിരിക്കുമല്ലോ. മിനൻ നിസാ, അമ്മാൻ്റെ ബയാനാണ് മിനൻ നിസാ. അപ്പം ഉപ്പ കെട്ടിയ അത് വേർവിട്ടാലും ശരി, അതെല്ലാം ശരി, എത്ര കാലം നീണ്ടാലും ശരി, ഇവൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്തായി. ഇതാ കാന അഹ്ലുൽ ജാഹിലിയ്യത്തി, ജാഹിലിയക്കാരായിരുന്നു യതസവ്വജൂന ബി അസ്വാജി ആബാഇഹിം, അവരുടെ പിതാക്കന്മാരുടെ ഭാര്യമാരുണ്ടല്ലോ, ഓരോ കല്യാണം കഴിക്കും. അതാ വിരോധിച്ചത്. ഫനുഹു അൻ ദാലിക്, അതിനെ തൊട്ട് അല്ലാഹു തആല വിരോധിച്ചു. അലാ തൻകിഹുല്ലതി നകഹഹ ആബാഉക്കും, നിങ്ങൾ ആബാ നിക്കാഹ് ചെയ്ത പെണ്ണുങ്ങളുണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് നിക്കാഹ് പാടില്ല, ഉമ്മാൻ്റെ സ്ഥാനത്തായി എന്നാ പറയുന്നത്. അതാ ഇല്ലാമാ കത് സലഫ എന്നൊരു ഇസ്തിസ്ന കൊടുത്തില്ലേ. ഏതാ മാക്ക സലഫ? ഈ അഹ്കാമ് വരുന്നതിന് മുമ്പ് ചിലതെല്ലാം നടന്നു പോയിട്ടുണ്ട്, ഇനി അത് പരിഹരിക്കാൻ ഇപ്പം ഒന്നും കഴിയൂല. അതായി മുമ്പ് കൊടുക്കുന്നത്. ഐ ലാ തൻകിഹു ഹലായില ആബാഇക്കും ഇല്ലാ മൻ മാതത് മിൻഹുന്ന ഖബലൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അഹ്കാമ് വരുന്നതിന് മുമ്പ് എന്തായി ഇങ്ങനെ കുറേ നടന്നു പോയതുകൊണ്ട് ഇനിയുടെ പരിഹാരമാക്കാൻ കഴിയൂലല്ലോ. ഇനി അതങ്ങ് വിട്ടെ. എന്തുകൊണ്ട് ഇസ്ലാം വന്നു കഴിഞ്ഞാൽ യജീബമാക്കാനൊക്കെ ഷറഈന് മുമ്പ് ലാ ഹുക്കുമില്ലല്ലോ. ലാ ഹുക്കുമ ഖബല ഷറഈ എന്നാണ്. ഷറഈ വരുന്നതിന് മുമ്പ് ഒരു ഹുക്കുമുമില്ല. അപ്പോൾ ഹറാമൊന്നും പറയൂല, കറാഹത്തൊന്നും പറയൂല, ഒരു ഹുക്കും അതിന് ചുമത്താൻ പറ്റൂല. ഷറആണ് ഹാക്കിം. മുഅ്തസിലകൾ പറയും ഷറഈ വന്നിട്ട് നമുക്ക് അഖിലോട് തീരുമാനിക്കാൻ പറഞ്ഞു. ഹാക്കമത്തുൽ മുഅ്തസിലത്തുൽ അഖിലാന്ന്. മുഅ്തസിലകൾ എന്താക്കി, ഹുക്കുമിൻ്റെ അധികാരം അഖിലിന് കൊടുത്തു. അപ്പോൾ നമ്മളെ ചോദ്യം ആരഖിലാണ്? അഖിലിൽ ഇത്തിഫാഖ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആരഖിലാണ് ഇവിടെ മാനദണ്ഡമാക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഓൻ പറയും എന്നെ തന്നെ എന്ന് പറയും. ഷാഫി ഇമാമിനെ തഖ്ലീദ് പാടില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തഖ്ലീദ് ആക്കേണ്ടി വന്നാൽ ആരെയാക്കണം? എന്നെ. ഓ നീ ഷാഫി ഇമാമിനൊക്കെ വലിയ ആളാണല്ലേ? പിന്നെ പറഞ്ഞാൽ മതിയാ. എത്ര കിതാബ് പോലെ 2ാം ക്ലാസ് വരെ പഠിച്ചത്, മദ്രസ 2ാം ക്ലാസ് പഠിച്ചത്. പിന്നെയോ ഗൾഫിൽ പോയിട്ട് വളർന്നെല്ലാം അറബിയോട് പറയാനും പഠിച്ചിട്ടുണ്ട്. പോരെ മുജിതഹിദാനിൻ്റെ അപ്പുറം വേണം. ഖുർആനിൻ്റെ ഭാഷ പഠിക്കാൻ വേണ്ടി, ലോകത്ത് പഠിക്കാൻ വേണ്ടി ഷാഫി ഇമാം 20 കൊല്ലം ചിലവാക്കി. 55 വയസ്സ് ആകെ ഉള്ളത്. 20 കൊല്ലം ഖുർആൻ്റെ ലോകത്തിൽ. ഷറഹുൽ മുഹദ്ദബി പറഞ്ഞതാ. സാധാരണ ഭാഷൻ്റെ ശൈലിയല്ല അറബി ഇതിനുള്ളത്. അള്ളാഹുവിൻ്റെ കലാം അവതരിപ്പിക്കാൻ ഉണ്ടാക്കിയ മാധ്യമമാണ്. അതിന് പ്രത്യേക ശൈലിയുണ്ട്. അതുകൊണ്ട് സാധാരണ ഭാഷ പഠിച്ച, അറബി ഭാഷ പഠിച്ച ഭാഷാ പണ്ഡിതൻ എന്താക്കാൻ കഴിയില്ല, ഖുർആൻ്റെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇവൻ പറയുന്നത് അന്യായിക്കോളി. തഖ്ലീദില്ലാത്ത ജീവിതം മനുഷ്യ ജീവിതത്തിലുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ചെറിയ ഉണ്ടാവുന്ന ഇങ്ങനെ വരുമ്പോൾ അയാൾക്ക് പറശ്ശിനിക്കാണ് പോകേണ്ടി. ആടൊരു ബോർഡ് വെച്ചിട്ട് പറശ്ശിനിക്കട പോയി. ഓനെങ്ങോട്ടാ തിരിക്കലി? മറ്റേ ഇങ്ങോട്ടേക്കാ, പൂനത്തേക്ക്. അപ്പം ഇവനിക്ക് അങ്ങോട്ട് തിരിക്കണമെന്ന് ആരാ അവനോട് ചെന്നു? അവൻ ബോർഡ് തഖ്ലീദാക്കിയില്ല.
അറിയാത്ത കാര്യത്തിൽ അറിയുന്ന ഒരുത്തനെ അംഗീകരിക്കാന്നല്ല തഖ്ലീദിന്റെ വാക്ക്. എന്നിട്ട് ചപ്പൻ ചവറെല്ലാം ബാധി ചുമക്കാന്ന് എൻ്റെ മേന. നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യത്തിന് എന്താക്കും, ഒന്നുകിൽ അറിവില്ലായ്മയോടുകൂടി പ്രവർത്തിക്കണം, അല്ലേ? അല്ലെങ്കിൽ അറിവുള്ള ആളെ അംഗീകരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ നിയമോ ഏത് ഫീൽഡാവട്ടെ, ഇന്ന ഫീൽഡിനില്ല. ഫസ്റ്റ് അൽവ അഹ്ലദ്ദിക്രിന്നല്ല അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് ഫീൽഡ് അറിവില്ലെങ്കിൽ അറിവിനോട് ചോദിക്കണം. ഒരു ബിൽഡിംഗ് സംബന്ധമായിട്ട് അവരോട് ചോദിക്കണം, ഇലക്ട്രിക് സംബന്ധമായിട്ടാണെങ്കിൽ റഷീദിനോട് ചോദിക്കണം. അഹ്ലദ്ദിക്ര ആ വിഷയത്തിൽ അത് ആമായ വാക്കാണ്. എല്ലാം എന്താക്കും, നിങ്ങളുടെ പണിയും പൈസയും സമയം എല്ലാം പാടാവും. ഒന്നമാ ഒരു ഇതില്ലേ, അറിവില്ലാത്തതിൻ്റെ ചികിത്സ അതിൻ്റെ മരുന്ന് എന്താണ് ചോദിച്ചറിയാലെന്ന് പറഞ്ഞില്ല. ഒന്നമാണ് ഇത്. മുമ്പൊരു കാലത്ത് തേമം അറിഞ്ഞില്ല പോലും, മണ്ണ് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ തേമം ചെല്ലി അറിയായിട്ട് പൊടി മണ്ണി കടന്ന് ഇങ്ങനെ വിരുണ്ടുപോലും. നാരോട് ചോദിച്ചൂടെ മക്കളെ? ഈ അറിവില്ലായ്മയുടെ രോഗത്തിന് മരുന്നെന്താണ്? അറിയുന്ന ആളോട് ചോദിക്കലാണ്. അതന്നെയാ തഖ്ലീദ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അറിവില്ലാത്ത കാര്യത്തിൽ ഇവൻ പറയുന്നത് എന്താന്ന്? അറിവില്ലായ്മയോടുകൂടി എല്ലാവരും കൂടെ പ്രവർത്തിച്ചോട്ടെ. ആരംഗീകരിക്കാൻ പാടില്ല. ഇവിടെ ഈ പറഞ്ഞ ഈ വാദങ്ങൾ ഓരോന്നെടുത്ത് അതിന്റെ പൊള്ളിങ്ങനെ അയച്ചു നോക്കിയാൽ എന്തൊക്കെ സഫാഹത്താണ്. ഇത് മനസ്സിലായില്ലേ? അപ്പൊ വൽ മഖ്സൂദു സദ്ദു തരീഖിൽ ഇബാഹത്തി ബിൽ കുല്ലിയ. ഉപ്പ വിവാഹം ചെയ്ത ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ മേൽപോട്ടെല്ലാം തന്നെ അതിനെ എന്താക്കും, വാതിലടക്കലാണ് കംപ്ലീറ്റ്. അപ്പം എന്തായി, ഉസൂലുകൾ കംപ്ലീറ്റ് നിരച്ചു. ഇനി വനദീറുഹു ഖൗലുഹു തആല ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് എന്ന് ഒരു അലങ്കാര പ്രയോഗമുണ്ട്. ഇവർ സ്വർഗത്തിൽ കയറൂല, ഒട്ടകം സൂര്യൻ്റെ ഓട്ടയിലേക്ക് കൂടി കടക്കുന്ന കാലത്തോളം. അതിനെന്താണ്? കടക്കൂലല്ലോ. അപ്പം എന്താ, ഒരിക്കലും കയറൂല എന്നർത്ഥത്തിന്. ഇല്ല മാക്കത് സ്ഥലം മുമ്പ് കഴിഞ്ഞു പോയത് പോയി. ഇനി അത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ്യത്ത് അത് ഇനി പൊക്കി പിടിക്കണ്ട, അതങ്ങ് വിട്. ഇനി ഖിയാമത്ത് നാൾ വരെയും പറ്റൂല എന്നായി. എന്നിട്ടോ അതിനെ മാത്രം എടുത്ത് പറയും, ഇന്നഹു കാന ഫാഹിഷതൻ. ആ മാതാക്കളെ വിവാഹം ചെയ്യൽ എന്നുള്ളത് വളരെ ഫാഹിഷത്താണ്. ഫാഹിഷത്തിന്റെ മേന മുമ്പ് പറഞ്ഞത് ഫിഅലത്തുൻ ഖബീഹത്തുൻ വമാസിയത്തുൻ ശദീദത്തുൻ ഇൻദല്ലാഹി തആല. അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച തെറ്റാണ്. മാ റുഖിസ ഫീഹി ലിഉമ്മത്തിൻ മിനൽ ഉമം. ഉമ്മത്തിൽപ്പെട്ട ഒരൊറ്റ ഉമ്മത്തിനും അത് അല്ലാഹു തആല റുഖ്സ കൊടുത്തിട്ടേ ഇല്ല. അപ്പൊ ഇല്ലാമാക്കാത്ത സലഫിയോ മുമ്പത്തെ ഉമ്മത്തിനുണ്ടെന്ന അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം. ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ്യത്തിൽ അങ്ങനെ പലതും കഴിഞ്ഞ് അതൊക്കെ തൗബ ചെയ്ത് ഹുക്മ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇല്ലാമാക്കത് സലഫന ഈറ്റിങ്ങളെ അർത്ഥം വെച്ചാൽ എന്താക്കും, മുമ്പ് കുറച്ച് നടന്നിട്ട് പോകും. അങ്ങനെ അർത്ഥം. ഇനിയോ മാക്കത്താൻ, അതാ വമ്പിച്ച് ദേഷ്യം പിടിക്കുന്ന കാര്യം. മം കൂത്തൻ ഇൻദ ദവിൽ മുറുവാത്ത്. മുറുവത്തുடைய മാന്യതയുള്ള അടുക്കൽ അതെന്താണ്? തീരെ ഇഷ്ടപ്പെടാതെ. മക്കത്ത് അഷദ്ദുൽ ബുഗ്ദി. ദേഷ്യം കഠിനമായ എന്ത് പറയും? മക്കത്ത് എന്ന് പറയും. തൽക്കാലം പെട്ടെന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പോയാൽ അതിന് മക്കത്തെന്ന് വേണ്ട. അപ്പൊ അതിനെ എത്ര കുറ്റപ്പെടുത്തി? ഒന്ന് കാന ഫാഹിഷത്തൻ എന്ന് വ മക്കത്തൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ വസ്തു സബീല. ഐ ബിഇസ സബീലു സബീലു മൻ യറാഹു വയഫ്അലുഹു. അത് അനുവദനീയമാണെന്ന് കാണുന്നവരും അതും അവൻ്റെ മാർഗം വളരെ പിഴച്ചുപോയി എന്നാണ്. മൂന്ന് കാര്യം എടുത്തിട്ടാണ് എന്താക്കിന കടുപ്പം കൂട്ടിയത്. ഫഇന്നഹു യുഅദ്ദി ബിസാഹിബിഹി ഇലന്നാർ. അതിൻ്റെ സാഹിബിനെ നാറിലേക്ക് എത്തിക്കും. അപ്പം അത് പ്രത്യേകം എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു ഉസൂലിൻ്റെ. ഇനി ഉസൂല് വിട്ടിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഇനി പറയാൻ കൊണ്ടു. പക്ഷെ അവൻ്റെ സ്വന്തം ഉസൂലുണ്ടും. എത്ര ആള് حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة
وأمهات نسائكم وربائكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن. അങ്ങനെ ഉണ്ടെന്നതാണ്. ഉമ്മഹാത്ത് ഹറാമാണ്. എന്നുവെച്ചാൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ നിക്കാഹുഹുന്ന. അത് ഞാൻ പറയാൻ കണ്ട് ഷറഇന്റെ ഒരു ഹുക്കുമല്ലേ വാജിബ്, ഹറാമ്, കറാഹത്ത് എന്നാ ഞാൻ പണ്ടേ പറഞ്ഞു വരുന്നത് തന്നെ. അതെന്തിനോടാണ് താല്ലുക്ക് ഉണ്ടാവില്ല? മുക്കല്ലഫിന്റെ ഫെയിലിനോടാണ്, ദാത്തിനോട് ബന്ധിക്കൂല. സ്വർണ്ണപാത്രം ഹറാമ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണപാത്രം ഉപയോഗിക്കൽ ഹറാമ് എന്നതിൻ്റെ വേന, ദാത്തിനോട് ബന്ധിക്കൂല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹുർമത്ത് അലി ഉമ്മഹാത്തും ദാത്തിനോടല്ലേ ബന്ധിച്ചത്. നോക്ക്, സമാസം നോക്കുന്നില്ലേ? ദാത്തിനോട് ഹുക്മ ബന്ധിക്കൂല. ബിഫിഇലിൽ മുകല്ലഫി ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫി മിൻ ഹൈസു ഇന്നഹു മുകല്ലഫുൻ. മുകല്ലഫിന്റെ ഫിഇലുമായിട്ട് അവൻ മുകല്ലഫായ രീതിയിൽ ബന്ധപ്പെടുന്ന രീതിയിലായിരിക്കണം. അതിനാ പറയുന്നത് വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ പടച്ചതും നിങ്ങളുടെ അമലിന്റെ ഖാലിഖും അല്ലാഹു ആണ്. അപ്പോൾ മുകല്ലഫിന്റെ ഫിഇലിന്റെ ഖാലിഖ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മുകല്ലഫാണെന്ന് വരൂലല്ലോ. ഇവൻ മുക്കല്ലഫ്, അതായത് അള്ളാന്റെ പക്കൽ നിന്നുള്ള അമ്രുൻ നഹിയും ഇവൻ ചുമത്തപ്പെടുന്ന ബാധ്യസ്ഥനാണ് എന്നുള്ള അർത്ഥത്തിന് വരണം. മിൻ ഹൈസുവിന്റെ മുക്കല്ലഫ് ജമ്മിന്റെ ഭാഗത്തത് കിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫി. മുകല്ലഫിന്റെ ഫിഇലുമായി ബന്ധിക്കണം. അപ്പോൾ ഇവിടെ ഫിഇലുമായി ബന്ധിച്ചില്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂനാണ്. അത് ഫിഇല് അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന നിലക്കാണ് അതിന് അറിയിപ്പുണ്ടായിരുന്നത്. എന്നല്ലാണ്ട് ഇന്നത് കാര്യം ചെയ്യണമെന്നോ വർജിക്കണമെന്നോ ഒന്നും അതിൽ വന്നിട്ടില്ല. പറ്റില്ല, ഒന്നൊരു ഉപയോഗം പറ്റില്ല. അത് ഒരു ഉപയോഗം ഹറാമാക്കുക, അതൊരു ഉപയോഗമാണല്ലോ. നിങ്ങൾ സ്റ്റോക്ക് വെക്കല് അത് മഹലിന്റെ മത്തിന് തന്നെ ഉണ്ടല്ലോ. വെറ്റ തെറിച്ചടിച്ചു. അതിന് എന്താന്ന് പറയുക, ആർഭാടത്തിൻ്റെ ലക്ഷണമാണ്. അതൊന്നും പറ്റൂല. അലങ്കാരത്തിൻ്റെ ലക്ഷണം വരുമ്പോൾ ഭാര്യ ഉപയോഗിച്ചിട്ട് ഭാര്യ ഒട്ടിയിട്ട് മക്കളെ കഴിഞ്ഞിട്ടുണ്ടാകും. ഫക്കീറന്മാർ വരുന്നുണ്ടാവും, അവർക്ക് തിന്നാനില്ല കുടിക്കാനുമില്ല. ഇവൻ സ്വർണത്തിൻ്റെ പാത്രമാക്കി അറമളി വെച്ചാലല്ല. ഇതെന്താന്ന് ഞാൻ നല്ല പഠിച്ചോന്ന് പറയാ, ഇവൻ പറഞ്ഞിട്ടുണ്ടാ എന്തൊരു ദുൽമാൻ കാട്ടി നോക്കാൻ പറഞ്ഞിട്ട് പോകും. സ്വർണത്തിൻ്റെ കൊണ്ടുപോയി ചാടുക, ആ കുപ്പത്തെ പൈലിട്ട്. അതൊക്കെ കാറൂന്റെ അഹങ്കാരത്തിൽപ്പെട്ടതാന്ന്. എന്ന് പറഞ്ഞില്ലേ, ഉള്ള സ്വർണ്ണാഭരണങ്ങളും എല്ലാം എടുത്തിട്ടാണ് ആക്ക് കാണിക്കാൻ വേണ്ടി ഷോ നടത്തിയത്. പ്രൈമലടക്കിട്ട് ഒരിക്കൽ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാണ്. പൂശപ്പെട്ടതും കൂടെ പറ്റില്ല. ഇത് ഒരിക്കൽ വല്ലതും കിട്ടുമോ ഉണ്ടെങ്കിലും അങ്ങനെ കിട്ടുന്ന കണക്ക് പൂശിയാലും പറ്റൂല. കർശന അള്ളാന്റെ കർശനത്തിൽ നിൽക്കണം. ഇല്ല അള്ളാന്റെ ഭൂമി ജീവിക്കണ്ട, അള്ളാന്റെ ഓക്സിജൻ ശ്വസിക്കാൻ പാടില്ല, അള്ളാന്റെ വെള്ളം കുടിക്കാൻ പാടില്ല, അള്ളാന്റെ ചോറ് വയ്ക്കാൻ പാടില്ല. അല്ല പറഞ്ഞത് പള്ളി തെറുമ്പോൾ റബ്ബൻ സിവായി എന്ന് പറഞ്ഞില്ല. എൻ്റെ ഹക്കാമിന് കേൾപ്പെടാൻ തയ്യാറില്ലാത്തവന് എൻ്റെ ഭൂമിയിൽ ഇറങ്ങിപ്പോയിക്കോട്ടെ, എൻ്റെ ആകാശത്തിൻ്റെ തണൽ കൊള്ളണ്ട. അള്ളാന്റെ ജലാലത്തിൻ്റെ വാക്കാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായ ഹുർമത്ത് എന്നുള്ള ഹറാമ് എന്നുള്ള ഹുക്കുമ് ഉമ്മഹാത്തുക്കും എന്ന ഉമ്മാന്റെ ദാത്തിനോടാ ബന്ധപ്പെട്ടത്. അതിന്റെ അർത്ഥം അത് നിക്കാഹുന്ന. അവിടെ മുക്കല്ലഫിന്റെ ഫെയിലെന്താ ഉള്ളത്? നിക്കാഹാണ് ഫെയിൽ, അതാ ഹറാം. നമ്മൾ എത്രയോ കഴിഞ്ഞിട്ടുണ്ടത്. അത് നിക്കാഹ് യന്നൽ മഫ്ഹൂമ ഫിൽ ഉർഫി മിൻ ഹുർമത്തി കുല്ലി ശൈഇൻ. ഉർഫിൽ നമുക്ക് മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്ന കാര്യമുണ്ടല്ലോ. അത് ഒരു സാധനം ഹറാമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്രഹിക്കേണ്ടത്? മാഹുവൽ ഖറദു അൽ മഖ്സൂദു മിൻഹു. അതിനാലുള്ള ഖറദ് എന്താണ്? അതാണ്. അപ്പോൾ ഉമ്മ ഹറാമ് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ നിക്കാഹ് ഹറാമ് എന്ന് ഉറപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഫയഫഹമു മിൻ തഹരീമിൻ നിസാഇ തഹരീമു നിക്കാഹിഹിന്ന. അപ്പോൾ സ്ത്രീ ഹറാമ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്ത്രീയെ നിക്കാഹ് ചെയ്യൽ ഹറാം.
അതേപോലെ കമാ യുഫ്ഹമു മിൻ തഹരീമിൽ ഖംറി, ഖംറ് ഹറാമ് എന്ന് പറഞ്ഞാൽ എന്താ? തഹരീമു ഷുർബിഹ, കുടിക്കൽ ഹറാമ് എന്നാ കിട്ടുക. ദാത്തിനോട് ബന്ധിക്കൂല, അത് ഉസൂലിൻ്റെ കാനൂനാണ്. വമിൻ തഹരീമി ലഹ്മിൽ ഖിൻസീരി, ലഹ്മുൽ ഖിൻസീർ ഹറാമ് എന്ന് പറഞ്ഞാൽ തഹരീമു അക്ലിഹി, അത് തിന്നൽ ഹറാമ്. ഇനി ഈ ഉമ്മഹാത്ത് എന്ന് ജമ്മല്ലേ, അതിൻ്റെ അർത്ഥം എന്താ? വൽ ഉമ്മഹാത്തു തഅമ്മുൽ ജദ്ദാത്ത്, ജദ്ദാത്തിന് എല്ലാം ഉണ്ടാക്കും. ഉമ്മ മാത്രമല്ല ഹറാം, ഉമ്മാനുമ്മാനുമ്മാനുമ്മാനും ഇങ്ങനെ ഹവ്വ ബീബിയുടെ പോയിക്കോട്ടെ, അതിൻ്റെ ചങ്ങല എല്ലാവരും പെട്ടു. അത് വൈൻ അലൗന, എത്ര മേൽപോട്ട് പോയാലും മിനൽ ലബി അവില്ലുമ്മിയത, ഉമ്മാരുടെ ഭാഗത്തിന് ഉമ്മ വാസിത്തായിട്ട് ആരായി ജദ്ദായി, വല്ല ഉപ്പ വാസിത്ത, രണ്ട് ജദ്ദല്ല ആകെ ഉണ്ടായാലേ, ഉപ്പാരുമ്മ അല്ലെങ്കിൽ ഉമ്മാരുപ്പ അങ്ങനെ ഇടകലർന്നിട്ട് വന്നു, എന്നാലും അങ്ങനെ തന്നെ അതവിടെ തീർന്നു. ഇനി വബനാതുക്കും, രണ്ട് ആദ്യം ഉപ്പ കെട്ടുന്ന ഓലെ സ്വന്തം ഉമ്മയല്ലത്, ആ മാനക്കഹ എന്നുള്ള ലഫ്ദ് അമ്മാന്ന്. ഉപ്പ നിക്കാഹ് ചെയ്തത് ഇവൻ്റെ ഉമ്മാനി ഉപ്പ നിക്കാഹ് ചെയ്ത് തന്നെയല്ലേ. അപ്പൊ ഇതിവിടെ ഉമ്മഹാത്ത് വേറെ എണ്ണുന്നത് കൊണ്ട് ഇവന്റെ ഉമ്മ ഒഴികെയുള്ള ബാക്കി ഭാര്യമാരെ ഉദ്ദേശിക്കുന്നു. അത് തിരിയില്ലേ? ഇപ്പൊ അത് വന്നാൽ തിരിയണോ? കുറച്ച് തിരിഞ്ഞാലും മതി. തിരിയാത്ത കുറേ ഉണ്ടെന്നതിനേക്കാണ് തിരിഞ്ഞ കുറച്ചുണ്ടാവില്ല സാധ്യത. ഉറക്കാഘോഷത്തോടൊന്നും തിരിയും ചെയ്യൂല. ഇവിടെ ഉറങ്ങുന്നല്ല, ഉറക്കാഘോഷിക്കുന്ന സ്ഥലമുണ്ട്. ബനാത്ത് തിരിഞ്ഞില്ലേ? ആ ബനാത്തു സുൽബിയ, അവൻ്റെ സുൽബിൽ നിന്നുണ്ടായ പെമ്മക്കളായാലും ശരി, ബനാത്തുൽ ഔലാദ്, മക്കളായാലും പെമ്മക്കളായാലും ശരി. ഔലാദിലെന്താണ്? ആ മക്കള് അല്ലെങ്കിൽ പെമ്മക്കൾ. സഫല്ല, അതെത്ര താഴോട്ട് പോയാലും ഇവ ആരാധന ബലിപ്പയെന്നു അത് തിരിഞ്ഞില്ലേ? വഅഖവാതുകും, നിങ്ങളെ ഇഖ്വത്ത് സഹോദരി, അത് മിൻ ഖിബലിൽ അബി വൽ ഉമ്മി, അതുപോലെ മുമ്പ് പറഞ്ഞ ആൾക്കാർ എന്തെല്ലാം ഉണ്ടാവും? ഒന്ന് ഷഖീഖ് എന്ന് പറഞ്ഞാലോ ഉമ്മയും ഉപ്പയും ഒന്ന്, അല്ലെങ്കിലോ മിനൽ അബ് എന്ന് പറഞ്ഞാൽ ഉപ്പ ഒന്ന്, ഉമ്മ രണ്ടായി. അല്ല തിരിച്ചു വെക്ക്. ഔ മിൻ ഖിബലി അഹദിഹിമ. അപ്പോൾ ഫയതളമ്മനുൽ അഖവാതി മിനൽ ജിഹാത്തി സലാസ്, 3 ജിഹത്തിലുള്ള സഹോദരിമാർ അതിൽ പെട്ടിരിക്കുന്നു. ഏതാ 3 ജിഹത്ത്? ഒന്ന് ഷഖീഖ്, ഒന്ന് ഉഖ്തുല്ലി അബ്, മറ്റൊന്ന് ഉഖ്തുല്ലി ഉമ്മ. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടല്ലോ. വദക്കറൽ ഉലമാഉ അന്ന സബബ ലിഹാദ തഹരീം, ഈ തഹരീമിനുള്ള സബബ് അതൊരു പറച്ചലാന്ന്. അല്ലാണ്ട് അള്ളാന്റെ തഅബ്ബുദിന്റെ അതുകൊണ്ടാവും. എല്ലാത്തിനും സബബ് കിട്ടൂല. മെയിനായിട്ട് കല്ലവർക്ക് 7 കല്ലവർക്ക് അവിടെ കൊണ്ടപ്പോൾ എന്താ സബബ് പറഞ്ഞിട്ടൊന്ന് നാട്ടിൽ നിന്ന് കല്ലുകൊണ്ട പോയാൽ പറ്റില്ലേ? അത് ഇത്രേ എറിയാനും പാടുള്ളൂ, ഒരു മതത്തിൻ്റെ അളവ്. പിന്നെ എങ്ങനെ ഉണ്ടപ്പറ്റി ചുമര് കിട്ടുന്ന മണിയാണി ഉണ്ടപ്പോൾ എതിർത്ത് അത് എറിയാൻ വേണ്ടിയിട്ട് ആരെറിയാൻ? ചൈത്താൻ എറിയാൻ. അപ്പോൾ ചെറിയ അതൊന്നും കൊണ്ടാ ഇത്ര പൈസ മുടക്കി ഇത്ര ചെറിയ കല്ലെറിഞ്ഞാലൊന്നും യേശുവില്ല. അപ്പം പോയ ഉമ്മത്താണ്ട് എന്തെങ്കിലും പറയുന്നത്. അതെ, ചെരുപ്പുണ്ട്, കൊട, കാലൊലിച്ച് ഭയങ്കര ദേശ ചൈത്താനോട്. പക്ഷെ ചൈത്താനോടെ കീശയിലും അവൻ്റെ മനസ്സിലും വായിലെല്ലാം ഉണ്ട്. ലിയന്നൽ വത്അ ഇദ്ലാലും വൈഹാനത്തുൻ, അത് ഒരു തരംതാക്കലാണ് വത്അ. ഫൈനൽ ഇൻസാൻ യസ്തഹ്ജി മിൻ ദിക്രിഹി, അത് പറയലിൽ തന്നെ ലജ്ജയുള്ള കാര്യമാണ്. അപ്പോൾ വജബ സൗനുൽ ഉമ്മഹാത്തി അൻഹൂൻ, അപ്പോൾ ഉമ്മമാർ അതിനെ തൊട്ട് അല്ലാഹു തആല കാത്തതാണ്. കണ്ട, ലിഅന്ന ഇൻആമൽ ഉമ്മി അലൽ വലദി അഅ്ളമു വുജൂഹിൽ ഇൻആം, കുട്ടിൻ്റെ മേലിൽ ഉമ്മ ചെയ്ത ഇൻആമിൽ ഏറ്റവും കടുപ്പം കൂടിയതാണ്. അപ്പോൾ അവരെ നിസ്സാരപ്പെടുത്തുന്ന രീതിയിൽ വരാൻ പറ്റില്ല അക്കം. പിന്നെ വൽ ബിന്തു എന്നുള്ള ജുസുഖ മിനൽ ഇൻസാൻ, അതിലേക്ക് ആദ്യം ഉമ്മമാരെ ഹറാമാക്കിൻ്റെ കാരണം പറഞ്ഞത്. പിന്നെ ബിന്ദിന് മനുഷ്യൻ്റെ ഒരു ഭാഗമാണ്. ബാളും മിന്നു ഫയജിബു സൗനുഹ അൻഹാദൽ ഇദ്ലാൽ, ആ ഇദ്ലാലി
അപ്പോൾ അവൻ്റെ അസലിനും ഫറഹിനും ബാധിക്കാൻ പാടില്ല എന്നിപ്പം വെച്ചത്. അതടുത്തുന്നില്ലേ? വഅമ്മാതുക്കും, അമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഉപ്പാൻ്റെ സഹോദരന്മാർ, ഉപ്പാൻ്റെ പെങ്ങന്മാരായി അമ്മത്ത്. കുല്ലു ഉൻസ, എല്ലാ പെണ്ണുങ്ങളും അമ്മത്തിൽപ്പെട്ട്. വലതഹ മം വലത വാലിദക്ക, നിന്റെ വാലിദിന് ജന്മം നൽകിയ, വാലിദിന് ജന്മം നൽകിയാലെന്ന് ഉപ്പപ്പ, അവർക്ക് ജന്മം കൊടുത്തത്. അത് കരീബൻ ഔ ബഈദൻ, അടുത്ത ആളായും ശരി ദൂരെ തങ്ങുപോയി. ചുരുക്കത്തിൽ പെതിർ സഹോദരിമാർ അങ്ങോട്ട് വെച്ചോ. പിതാവല്ല ഇവൻ്റെ ജന്മം നൽകിയ, അതിന് ജന്മം തങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കോ. ഉപ്പാൻ്റെ ഭാഗത്തിൽ കൂടെയുള്ള സഹോദരിമാർ. ഇനി ഖാലാത്ത് നേരെ തിരിച്ചു നോക്ക്. അപ്പൊ മാതൃ സഹോദരിമാരാണ് ഖാലാത്ത്. ഉപ്പാന്റെ പെങ്ങന്മാർ അങ്ങനെ പോവും. കരീബൻ ഔ ബഈദ് എന്ന് പറഞ്ഞില്ലേ, അത് ഖാലാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാരെ പെങ്ങന്മാർ. അൽ ഖാലത്ത് കുല്ലു ഉൻസ വലദഹ മം വലദ വാലിദത്തക്ക. ആദ്യത്താരാന്ന്? വാലിദക്ക, ഉപ്പാന. ഇത് വാലിദത്തിന്, വാലിദത്തിന് ജന്മം നൽകി അവിടെ ഇതാണ് ആര്? ഖാലത്ത്. കരീബൻ ഔ ബഈദൻ. അപ്പം വൽ അമ്മാത്ത് ജമലാക്കിന് തഅം അഖവാത്തിൽ ആബാഇ വൽ അജ്ദാദ്, ആബാഇന്റെ പെങ്ങന്മാരും അതിൽപ്പെട്ട്, അജ്ദാദിന്റെ പെങ്ങന്മാർ. അതല്ല കരീബൻ ഔ ബഈദൻ നേരത്തെ പറഞ്ഞു തീർന്നു. അപ്പൊ ഉപ്പപ്പാര പെങ്ങായി, അല്ല ഉപ്പപ്പന്റെ പെങ്ങായി, അല്ല ഉമ്മാന്റെ പെങ്ങ. അങ്ങനെ കുട്ടിക്കോ മീമ് ശബ്ദോടുകൂടി പെണ്ണുങ്ങന്നാണ്. വകദൽ ഖാലാത്ത് എന്താക്കും? തഅം അഖവാത്തിൽ ഉമ്മഹാത്തി വൽ ജദ്ദാത്ത്, ജദ്ദാത്തിൻ്റെ സഹോദരിമാരെയും ഉമ്മഹത്തിൻ്റെ സഹോദരിമാരെല്ലാവരും അമ്മക്കും. സവാഉൻ കുന്ന മിൻ ഖിബലിൽ അബി വൽ ഉമ്മി, അത് ഉപ്പത്തത് അവിടെ ഉണ്ടല്ലോ, മൂന്നെണ്ണം സഹോദരിമാർ. സഹോദരിമാർ മൂന്നെണ്ണം ഉണ്ടാകാല, ഉപ്പത്തതും ആകാം, ഉമ്മത്തതും ആകാം, ഉപ്പയും ഉമ്മത്ത് ഷഖീഖും ആകാം. അവ മിൻ ഖിബലി അഹദിഹിമ, എല്ലാം വിട്ടു. അടുത്തതേതാ? വബനാത്തുൽ അഖി, അഖിൻ്റെ പെമ്മക്കൾ. അഖാരാന്ന് സഹോദരൻ, സഹോദരൻ്റെ പെമ്മക്കൾ. ഇവൻ മുത്താപ്പി ഉളയിപ്പായിരിക്കും. വബനാത്തുൽ ഉഖ്തി, ഉഖ്തിൻ്റെ പെമ്മക്കൾ. അതെന്ന് മിൻ കുല്ലി ജിഹത്തിൻ, മേൽപ്പറയപ്പെട്ട എല്ലാ ജിഹത്തും. ഈ അഖും ഉഖ്തും ഏത് വിഷയത്തിലായി തിരക്കുണ്ടാവും? മൂന്നില്ലേ? ഷക്കീക്കായ അഖിൻ്റെ പെമ്മക്കായും ശരി, പിന്നെ അഖുല്ലി അബായാലും ശരി, അഖുല്ലി ഉമ്മായാലും ശരി, അതെല്ലാം പെട്ട്. വനവാഫിലുഹുമ വഇൻ ബഉദത്, അതെത്ര ദൂരത്ത് പോയാലും. ഇപ്പം മൂത്ത വലിയ കാരണക്കാരനാണ്, കാരണൂർക്ക് പോലെ കാരണമക്കാർ, കാരണൂർ എന്താ പറയാ അതൊന്നില്ലേ? വഅലം അന്നല്ലാഹ സുബ്ഹാനഹു വതആല നസ്സ അലാ തഹ്രീമി 14 സിൻഫൻ മിനൻ നിസ്വാൻ, പെണ്ണുങ്ങന്മാരിൽപ്പെട്ട 14 വിഭാഗത്തിന് ഹറാമാണെന്ന് യാത്തിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എണ്ണിയൊക്കെ അത് അസ്തബഉം മിൻഹുന്ന മിൻ ജിഹത്തിൻ നസബി, 7 നസബിൻ്റെ ഭാഗത്തിൽ കൂടിയാണ്. ഇല്ലേ? വഹുന്ന ഹാദിഹിൽ മദ്കൂറാത്ത്, ഈ പറയപ്പെട്ടതാണ് നസബ്. ഇനി മുലകൂടിൻ്റെ ബന്ധത്തിൽ കൂടി എണ്ണം വേറെ 7 വരുന്നുണ്ട്, അതെടുത്തിടണം. അത് അവസബഉൻ നുഖറ മിൻ ജിഹത്തിൽ സബബി, സബബ് ഏതാ? മുലകൂടി ബന്ധങ്ങൾ. നസബിൻ്റെ പറഞ്ഞു, അതാ ഉമ്മഹാത്തുക്കുമില്ലാതെ അർലാഹിനക്കുന്ന് വേറെ എണ്ണയില്ല ഇന്ന്, അത് മുലകൂടി ബന്ധത്തിൽപ്പെട്ടത്, നസബല്ല. ആ മുലയാണ് ഇതിൻ്റെ കാരണമായത്. ഈ മുല കുടിക്കലില്ലായിരുന്നുവെങ്കിൽ അത് അജ്നബിയ പെണ്ണുങ്ങളാണെന്നല്ലോ. ഇവിടെ ആദ്യം എണ്ണിയതിൽ മുല കുടിച്ചാലും ഇല്ലെങ്കിൽ എല്ലാം കിടക്കാം. മുല കൂടി എല്ലാത്തിൻ്റെ കാരണം. നീക്കൊന്ന് ഓടിയ മതിയില്ല. ഇനി ആ മുലകുടി ബന്ധത്തിലുള്ള കാര്യം മുസാഹറത്തിൽ കൂടി പറയും വരും. ഫഖാല വഉമ്മഹാതുകും അല്ലാത്തി അർളഅനകും, നിങ്ങൾക്ക് മുല തന്ന ഉമ്മമാര്. മുലകുടി ബന്ധത്തിലുള്ള ഉമ്മ ഉണ്ടല്ലോ, ആ മുലകുടി കണക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ അതാ സബബ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വേറെ പെണ്ണുങ്ങ
വ അഖവാതുകും മിനർ റളാഅതി, മുലകുടി ബന്ധത്തിലുള്ള അഖവാത്തും അതിൽ. അപ്പോൾ ഉമ്മാരെ മക്കളെല്ലാം ഇവൻ്റെ പങ്കന്മാരാണ്. ആ മനസ്സിലാകേണ്ട ആ ഉമ്മ ഒന്നധികം വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളാം. പെറ്റ 6 ഉണ്ട്, മുല കുടിച്ച ഒന്നും ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിയും കൂടെ ഞാൻ പെറ്റിട്ടുണ്ട് എന്ന് വിചാരിച്ചോളും. അപ്പോൾ മുലകുടി സുബൂത്താണെങ്കിൽ അതിന് മസാല വേറെ പഠിച്ചു നോക്കണം. ഉസൂൽ ലബനി ആദമിയ്യത്തിൻ ജൗഫർ റളീഇൻ എന്നിട്ട് തന്നെ താരീഖുണ്ടല്ലോ ഫത്വൽ മുഈൻ. അത് ബലഗത്ത് സിന്നൽ ഹൈലി, കുട്ടിക്ക് 2 വയസ്സ് തികയാൻ പാടില്ല. അതിൻ്റെ താഴെ മലകുടീൻ്റെ തഹ്സീറുണ്ടാവും. 2 കഴിഞ്ഞാൽ മലകുടീൻ്റെ തഹ്സീർ പോയി. ആ കൊടുക്കുന്ന ഉമ്മാക്ക് എന്താക്കണം? ഹൈലിൻ്റെ പ്രായത്തിയിരിക്കണം. ഹൈലിൻ്റെ പ്രായത്താണ് 9 വയസ്സാണ്. 50 വയസ്സിന് 15-16 ദിവസത്തിനേക്കാണ് കൂടാത്ത ഉണ്ടായാലും കൂട്ടും. അങ്ങനല്ലേ? ഒരു ശുദ്ധിയുടെയും ഒരു ഹൈലിൻ്റെയും മിനിമം ശുദ്ധി എത്രയാ? 15. ഇത് അത് 60 മാസം തന്നെ, മറ്റു കൂട്ടില്ല. അത് ഓഫീസിൽ ശറയ്യ കാര്യങ്ങളിൽ ഇത് രണ്ടും തന്നെ. ഓഫീസിൽ പോകുമ്പോൾ 60 മാസം വരണ്ട, പാസ്പോർട്ടിൽ മറ്റൊന്നും അതിൽ മറ്റേതുമില്ലല്ലോ. ശകവർഷം ഒന്നുമില്ലല്ലോ, കൊല്ലവർഷം ഒന്നുമില്ലല്ലോ. മേടം കറക്കണമെന്ന് ചിലപ്പോൾ ആധാരം എഴുതുന്ന അവസരത്തിലെല്ലാം കൂട്ടിക്കൽക്കും. അങ്ങനെ ഒന്നും. അപ്പോൾ ഇവിടെ റളാഅത്ത് എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. റളാഅത്ത് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു പോകും. എന്താന്ന് മുലകൂടി തേടാം, മുലകൂടി കൊടുക്കാം എന്നല്ല. പക്ഷെ മുലകൂടിയുടെ ശുറൂത്ത് എന്താണ് ഫിഖ്ഹിൽ കരുതണം. ഉസൂലു ലബനി ആദമി, ഓരോ കൈദിനും മെഹത്തറത്തുണ്ടല്ലോ. ഉസൂലു ലബനി ആദമീയത്തിൻ, മനുഷ്യപ്പെണ്ണിൻ്റെ പാല് ചേരണം. അപ്പോൾ അപ്പുറത്തെ പറക്കുന്നത് പശുവിനെ പോറ്റിലുണ്ട്, കാണുന്ന ദിവസേന കൊപ്പി പാല് വാങ്ങലുണ്ടെന്നുകൊണ്ട് മുലകൂടി വന്നിട്ടുണ്ടാവില്ല. ആദമീയത്തല്ലല്ലോ. അമുസ്ലിം ആയാലും എല്ലാം ആദമീയത്ത് നിന്നെല്ലാം പെട്ടു. മുലകൂടി വന്നിട്ടുണ്ടാവും. ആദമീയത്തിന് മുസ്ലിമത്തിൽ നിന്നുണ്ടല്ലോ. ആദമീയത്തിൻ ജൗഫർ ബലഗത്ത് സിന്നൽ ഹൈലിൻ്റെ വയസ്സെത്തി. അതായത് 9 വയസ്സാണ് വയസ്സിൽ കണക്കൂട്ടുന്നു. പിന്നെ അതിന് മുമ്പുള്ളത് നജസാണ്, അത് മുലകൂടി ബന്ധം സുബൂത്താക്കൂല. അത് തൊട്ടാൽ ഗതിയും വേണം. ഓരോന്നിന് ഹുക്കുമുണ്ടല്ലോ. പെണ്ണിൻ്റെ മുലയിൽ കൂടി പാല് വന്നാൽ ആ പാലെന്താക്കണം? കഴുകണം. അവരോട് നിൽക്കാൻ പറ്റൂല. കേൾക്കാത്ത മസാല പറയുമ്പോൾ ഇയാൾ മുജാഹിദൈന പറയലുണ്ട്. ഇപ്പം നല്ല സർട്ടിഫിക്കറ്റ് കുറേ പ്രൈമീതാടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചമ്മരോ ഇവുണ്ട്, നല്ല എവിടെയെല്ലാം പറപ്പിക്കാൻ. കാരണവരെ മുളക്കെട്ടാണ്. കാരണോത്തിയില്ലേ ഉമ്മാരെ കാരണൂർ എന്ന് പറഞ്ഞ ഉമ്മാൻ്റെ ആങ്ങളല്ലേ ഇപ്പം അതിൻ്റെ പെണ്ണെടുക്കണം. ഇളയമാരെ മുളക്കെട്ടാൻ പറ്റുന്ന കെട്ടുമെന്ന് പറഞ്ഞ് മസാല പറഞ്ഞു. അല്ല പിറ്റേന്ന് മഹല്ലത്തിൽ എന്തായി? പെങ്ങളെ കെട്ടാന്ന് പോലും ഉസ്താദ് പറഞ്ഞു. ഇങ്ങനത്തെ ഉസ്താദിന് അമ്മ കൊണ്ടുവന്ന പള്ളിയിൽ നോക്കുമ്പോൾ ആ മോളെ വിളിക്കലോ ഇത്താത്താന്നും എന്ത് പങ്ങോന്നാന്ന് വിളിക്കല്ലോ. പങ്ങോന്ന് പറയപ്പെട്ട ആളെ കെട്ടിക്കൂടെന്നാ. എന്നാൽ ആപ്പിളിൻ്റെ മുകളിൽ മറ്റൊന്ന് വേറെന്താ പേര് എഴുതിയാൽ തോന്നാൻ പറ്റില്ല. നിങ്ങൾ മോളെ പങ്ങോന്ന് വിളിച്ചിട്ടല്ലേ കാരണോറെ മോളെ കെട്ടാൻ പറ്റുന്നുണ്ട്. അതിന് നേരെ എക്സാക്കിയാൽ പറഞ്ഞുള്ളത് ഒരേ പേർക്ക് താമസിച്ചാൽ അന്നാ കെട്ടാൻ പറ്റൂല. എന്നാ താമസിച്ചിട്ടില്ലെങ്കിൽ കെട്ടാൻ പറ്റൂന്നാ. അങ്ങനെയാണെങ്കിൽ ഈ പങ്ങ പലയിടത്തിൽ അങ്ങ് പോയിട്ടുണ്ട്. എന്നാൽ ദൂരത്തായതുകൊണ്ട് കെട്ടാൻ തരുമോ? ശറഈ പറ. ദൂരത്ത് താമസിച്ചത് ഞാൻ ഇത്താത്താന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതൊന്നും മസാലയല്ല. ശറഈ ഫിഖ് പറയട്ടെ. ശറഈൻ്റെ ഹക്കാമ ഫിഖ് അല്ലേ? അതിന് അല്ലാഹു തആല ചില നേതാക്കന്മാരെ വെച്ചിട്ടുണ്ട്. അംബിയാ മുർസലീങ്ങൾ ചിലപ്പോൾ ഇജ്മാലോ പറഞ്ഞുകൊടുത്തതിന് തഫ്സീലാക്കലാണ് അയിമ്മത്തിൻ്റെ കടമ. അതെന്താക്കും? ലഘൂകരിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ, നമ്മൾ ഷൈമാക്ക് വരെ തിരിയുന്ന രൂപത്തിൽ എന്താക്കും? അതിനെ കൊണ്ടുവരും. അല്ലാണ്ട് ഇല്ലാത്തൊന്ന് ഫുഖഹാ വർദ്ധിപ്പിച്ചിട്ടില്ല.
ഐ ഹറുമ നിക്കാഹുൽ ഉമ്മഹാത്തി ഹറമ വൽ അഖവാത്തി മിനർ റളാഅ. മുലകുടി ബന്ധത്തിലുള്ള ഉമ്മമാര് അതുപോലെ സഹോദരിമാരുണ്ട്. ആ ഉമ്മാക്ക് വേറെ പമ്മക്കുണ്ട്. മുലകുടി ബന്ധത്തിലുള്ള പെങ്ങന്മാറാന്ന് ഇവന്. പക്ഷെ ഷർത്തത്തെ കുടിയായിരിക്കണേ 5 തവണ കുടിക്കണമെന്നാണ്. അത് പാലെന്നാവണമെന്നില്ല. പാല് ചേർത്തിട്ട് ഗുളിക തയ്ച്ചു കുടിച്ചാലും പറ്റും അല്ലേ. വല മുഖ്തലിത്തം ബിഗൈരി. ബേദരോനത് കൊമ്പൻജാതി ഗുളിക മുലപ്പാല് തയ്ച്ചു കുടിക്കുക എന്നായത് 2 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിക്കും. അപ്പോഴത്തെ പുറത്തുനിന്ന് 5 വട്ടം എന്താണ് 1 ടീസ്പൂൺ പാല് വാങ്ങി കൊമ്പൻജാതി കുടിച്ചു കൊടുത്താൽ ഇവിടെ മുലകൂടി വന്നിട്ടുണ്ടായി. ഓരോ മുഖ്തലിത്തം ബിഗൈരി ഓരോ കാത്തറാട്ടെണ്ണാവുന്നു അല്ലേ. ഒരു തുള്ളിയാലും മതി. 1 ഗ്ലാസ് പാൽ ഒരൊറ്റ തുള്ളിയിട്ട് ഹോമിയോപ്പതി വന്നിട്ടിരിക്കും പോലെ എൻ്റെ ഇളക്കി എന്നാൽ 1 തവണ ചെയ്യും. മുലയിൽ തന്നെ കുടിക്കണമെന്നില്ല. പീഞ്ഞെടുത്തിട്ട് വേറെ കൊണ്ടുവന്നാൽ കുടിച്ചാലും മതി. ആ പാല് ചേരണം. ഇത് ജൗഫ് എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അതായത് ഫഖാഹ് ലാബിത്ത പറഞ്ഞ് എവിടെ ചെന്നാൽ നോമ്പ് മുറിയുമോ അടുത്തേക്ക് എത്തേ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത നോമ്പ് മുറിയോ? ഇഞ്ചക്ഷൻ ചെയ്ത നോമ്പ് മുറിഞ്ഞാലും അങ്ങനെ പറ തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടി ഇഞ്ചക്ഷൻ ചെയ്താലും ഇറ്റിച്ചാലും നോമ്പ് മുറിയും. കണ്ണിൽ തുറക്കപ്പെട്ട ദ്വാരം ഇല്ലയെന്നല്ല നബിമാം മുഹമ്മദാക്കിന്. കണ്ണിലേക്ക് കൂടി പോയാൽ സുറുമ്പയും ഇതെല്ലാം കൈപ്പെല്ലാം തൊണ്ടക്കെത്തുന്നത് അത് ലാഹിരേ ഉള്ളൂ എന്നാണ്. അതായത് ഹാൻ്റെ മഖറജ് ഖാൻ്റെ മഖറജ് ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്താക്കി ഇജ്തിഹാദ് ചെയ്തിട്ട് തൊണ്ടയിലേക്ക് മഖറജുണ്ട്, പക്ഷേ നോമ്പ് പറയുന്ന മഹലത്ത് എത്തിയിട്ടില്ലെന്ന്. മഖറജ് ഇല്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ സുബൈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അവനുണ്ട്. അതേതാണ് ഇല്ലാന്ന് പറഞ്ഞ നോമ്പ് പറയുന്ന മഹലിലേക്ക് എത്തുന്ന മഖറജ് ഇല്ലാന്ന് അവർ പറഞ്ഞതിനർത്ഥം. അത് ഹാൻ്റെതാണോ ഖാൻ്റെതാണോ എന്നത് എന്തുണ്ട് ഒരു ഖിലാഫുണ്ട്. ഹാവും ഖാവും മഖറജ് മുത്തഹിദാണ് അല്ലേ. ഹംസ് ഹാവ് ഒന്ന്, ഐനും ഹാവും നടുക്ക്, ഗൈനും ഖാവും മേലെ. അപ്പൊ ഖാഗ് ആണെങ്കിൽ കുറെ മേലെ, ഹാന്റെ മഖറജാണെങ്കിൽ കുറച്ചും കൂടത്താണ് ഹൽക്കിന്റെ മദ്യം. മനസ്സിലാക്കുന്നില്ല. 6 ഇപ്പൊ ഹുറൂഫ് ഹൽക്ക് അയിന് എന്താണ് 1 ഹംസ് ഹാഗ്. ഹംസ് ഹാഗ് എന്ന് പറഞ്ഞാൽ ഹംസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സീറ്റിംഗ് ആണത്. ഒരേ സ്ഥലത്ത് പിന്നെ ഒറ്റൊന്നില്ലേ. ഒരേ സ്ഥലത്താണെങ്കിൽ ഹംസും തന്നെ വരുന്നുള്ളൂ. അതെ 6. അതായത് മഖറജ് ഉണ്ടെമ്പോൾ ക്ലാസ് ഉണ്ടെന്നുള്ളൂ. ഈ 5 അവിടെ ഇരുന്നത് സോഫം വരെ ഇരുന്നെന്ന് പറയും. പക്ഷേ നജീബ് ഇരുന്ന സീറ്റിലല്ല അനീഫ ഉള്ളത്, അവിടെ അല്ല ബഷീറുള്ളത്. ആ ജനിച്ച് ഉണ്ടുമ്പോൾ എന്താക്കും സോഫം വലാന്ന്, പിന്നെ ഇവൻ കട്ടും വലാന്ന്, മറ്റോ നിലത്താന്ന് പറയുള്ളൂ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിൻ്റെ പ്രത്യേക ആ സീറ്റിംഗ് പിടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 29 മഖറജിന് 29 അക്ഷരത്തിന് 29 മഖറജുണ്ട്. അപ്പം മഖാരിജുൽ ഹുറൂഫി 17 പറഞ്ഞാൽ പോയി അത് മൊത്തത്തിൽ കൂട്ടി, മറ്റേത് ഇൻഡിവിജ്വൽ തഫ്സീലായിട്ട് കൂട്ടി. അതാ ഇതുപോലെ നസബിൽ കൂടി എന്തായിട്ടുണ്ട് ഉമ്മാനെയും പങ്കാളിയും ഹറാമാക്കിയതുപോലെ. നസ്സൽ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട് മുലകുടി ബന്ധത്തിന് ഇറക്കിയിട്ടുണ്ട്. മൻസിലത്തൻ നസബി, നസബിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹുക്കം ഒന്നായി. ഹത്താ സമ്മിൽ മുർളിഅത്ത ഉമ്മൻ. കണ്ടാ ആ മുല കൊടുത്ത പെണ്ണുങ്ങൾക്ക് പേരാണ് ഉമ്മ. എങ്ങനത്തെ ഉമ്മ? ഉമ്മുൽ വിലാദത്തല്ല, ഉമ്മുർ റളാഅ, മുലകുടിയുള്ള ഉമ്മ. വൽ മുർളിഅത്ത ഉഖ്തൻ. പിന്നെ അവരുടെ പെമ്മക്കളെല്ലാവരും ഈ കുടിച്ചവൻ്റെ ഉഖ്തായി. വകദാലിക സൗജുൽ മുർളിഅത്തി, മുർളിഅത്തിന്റെ സൗജ് അബൂഹു, ഇവന്റെ ഉപ്പയായി. മുലകുടി ബന്ധത്തിലുള്ള ഉപ്പാന്ന്. പിന്നെ വ അബവാഹു, അവരുടെ മാതാപിതാക്കന്മാർ എന്ത് പറയും? ജദ്ദത്ത്. ആ ഉമ്മാൻ്റെ ഉപ്പുണ്ടാവും. ചുരുക്കത്തിൽ പ്രസവിച്ച ഉമ്മാൻ അതേ സ്ഥാനം വരും.
വഖ്തഹു അമ്മത്തഹു, ഉപ്പാന്റെ സഹോദരി എന്താക്കും? മുലകുടി ബന്ധത്തിലുള്ള അമ്മത്തായി മാറും. വകുല്ലു വലദിൻ വലിദ ലഹു മിൻ ഗൈരിൽ മുർദിയത്തി ഖബ്ല അർ-റളാഇ വബഅദഹു ഫഹും ഇഖ്വതുഹു വഅഖ്വാതുഹു ലിഅബീഹി. ഏതൊരു കുട്ടി, ഈ കുട്ടി മുല കുടിക്കുന്നതിന് മുമ്പായി ഉമ്മാക്ക് വേറെ ജനിച്ചിട്ടുണ്ട്, അന്ന് ഇവന്റെ പെങ്ങന്മാരെന്ന് പറഞ്ഞല്ലോ. അതല്ല പറഞ്ഞ ആ ഉമ്മ ഒന്നും കൂടി പെറ്റെന്ന് കണക്കാക്കിപ്പോന്ന് ഒറ്റ വാക്ക് മനസ്സിലാക്കി. അതിന്റെ വയറ്റിൽ നിന്ന് ഇതിന്റെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച ഇതും മുല ഇന്ന് കുടിച്ച ഇതും രണ്ടും ഒരു കുട്ടി വർദ്ധിച്ചു. പക്ഷെ ആ പെണ്ണുങ്ങളും ഈ കുട്ടിന്റെ ഉപ്പയും തമ്മിൽ ഒന്നില്ലേ? അങ്ങനെ അങ്ങനെ ഒതുക്കല് അത് കുടിക്കാത്ത കുട്ടിന്റെ സഹോദരന്മാർക്കും ബാധിക്കൂല. അതല്ല ഈ മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകുന്ന ഹുക്കുമുണ്ടല്ലോ, മുല കൊടുത്ത ഉമ്മയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഉസൂലിൻ ഉസൂലിൻ വൽ ഹവാഷി, എല്ലാത്തിലും ഈ ഉമ്മാന്റെ ഉസൂലേക്ക് ഇവന്റെ ഉപ്പ മാറാം. ആ മുല കൊടുത്ത ഉമ്മമാര് ഇവന്റെ ഉമ്മമാരാണ്, ജദ്ദത്താണ്. ഉസൂൽ എന്ന് പറഞ്ഞാൽ ആ ഉമ്മാക്കുന്നുണ്ട്, ഇവ കുട്ടി കുടിക്കുന്നതിന് മുമ്പ് മക്കളുണ്ടെങ്കിലും ശേഷം വന്ന മക്കളെല്ലാം ആരാന്ന്? ഇവന്റെ സഹോദരന്മാരാണ്. വൽ ഹവാഷി മിനൽ വസ്തി വമിമ്മൻ ലഹു ദർറുൻ, ഈ പാൽക്കാരനുണ്ടല്ലോ, ഉമ്മാക്ക് പാലുണ്ടാക്കി കൊടുത്ത ഉപ്പ, അതാ വമിമ്മൻ ലഹു ദർറുൻ ഇലാ ഹാദിഹി, ഉപ്പാന്റെ വക്കന്ന് ഈ പറഞ്ഞതിലേക്കെല്ലാം മടങ്ങും. വമിൻ റളീഇൻ ഇലാ മൻ കാന മിൻ ഫർഇഹി ഫഖതി, കുട്ടിയിൽ നിന്ന് ആ കുട്ടിന്റെ കുട്ടി താഴേക്ക് പോകുന്നല്ലാണ്ട് കുട്ടിന്റെ അടുത്തോട്ടും വെളിത്തോട്ടും പോകില്ല. വമിമ്മൻ ദറുന്റെ ആടിയും പഠിക്കണോ? ഈ പാലുണ്ടാക്കിയ ഉപ്പയായിരിക്കണോ? ഈ പെണ്ണ് ബയ്യം അങ്കലം കഴിച്ചിട്ടുണ്ടാകുന്ന കുട്ടിക്ക് ബാധിക്കൂല, ആ പാലിന്റെ ഉടമയിലല്ല അയാള്. അപ്പൊ ചുരുക്കത്തിന് നെസബിലുള്ള എല്ലാം കൂടെ കൂട്ടിക്കോ. ഖാലത്തുഹു, ആര്? ഉഖ്ത്, ഉമ്മാന്റെ ഉഖ്ത് ഖാലത്തായി. വകുല്ലു മൻ വലദ ലഹാ മിൻ ഹാദാ الزوج ഫഹും ഇഖ്വതുഹു, ആ ഉപ്പയിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ഇവന്റെ സഹോദരന്മാരാവും, ഉപ്പത്തെ സഹോദരന്മാരാവും. വഅഖവാതുഹു ലിഅബീഹി വഉമ്മിഹി വമൻ വലദ ലഹാ മിൻ ഗൈരിഹി ഫഹും ഇഖ്വതുഹു വഅഖവാതുഹു ലിഉമ്മിഹി. ഈ ഭർത്താവിൽ നിന്നല്ല ജനിക്കുന്ന ഉമ്മ വേറെ കിട്ടുകയാണെങ്കിൽ ഉമ്മ ഒത്ത സഹോദരിമാരും, ഉമ്മ ഒത്ത മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരും. ومنه قوله صلى الله عليه وسلم يحرم من الرضاعة ما يحرم من النسب, നസബിൽ നിന്ന് ഹറാമാണെന്ന് പറഞ്ഞ എല്ലാ ഇനങ്ങളും എന്താക്കും? മുലകുടി ബന്ധത്തിനാലും ഹറാമാകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഹുവ ഹുക്കുമൻ കുല്ലിയ്യൻ, അതൊരു കുല്ലിയായ ഹുക്കുമാണ്. അല ഉമൂമിഹി, അതിനെ അന്നും ഒഴിവാക്കിയിട്ടില്ല. കുല്ലിയായ ഹുക്കുമ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നടപ്പാകും. അതിൽ നിന്നെന്താകും? ചില ഇഷ്ടത്തിനില്ല, ഇവിടെ ഇഷ്ടത്തിനില്ല. ഇപ്പൊ കുല്ലു ഫായിലും മർഫൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏടെ ഫായില് വരുന്നു? എല്ലാം മർഫൂണെന്നല്ലേ വരിക, ഇല്ല എന്നുകൊണ്ടില്ല. അതിനൊക്കെ ഒരു നിസ്കാരമുണ്ട്. പക്ഷേ എടുത്തത് എന്താണ്? ഇല്ല ഇഷ്ടത്തിൻ്റെ ഇത് എന്തുണ്ടായാല് മൂജബിൽ നിന്നാണോ അല്ല സാലിബിൽ നിന്നാണോ എന്ന് വ്യത്യാസമില്ലേ? ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ സാലിബയിൽ നിന്നാണ് ഇല്ലല്ലാഹു നഫി ചെയ്യുന്നത്. അപ്പം എന്താ ഈ റഫ് കൊടുത്തു? ആദ്യത്തെ മൂജബയാണെങ്കിൽ എന്താക്കണോ? നസ്മ കൊടുക്കണം എന്നല്ലേ? ആദ്യം ഒന്നുള്ളാളെങ്കിൽ എടുത്താട്ടെ, ഒന്നുള്ളാളെ എടുക്കാം. ആ മേലേതാ മുസാക്ക്? ഏത് സുഹൃത്ത്? നിസാഖല്ലേ വണ്ടി? അത് ഞാൻ പഠിക്കാത്തതുകൊണ്ടുള്ള കേസാണ്. പഠിക്കുന്നതിന് ഞാൻ പരിധി പിടിക്കില്ല.
ഇപ്പം മറുപടി ഇപ്പം വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. وقولهم إنا قتلنا المسيح عيسى بن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم. ഈസാ നബിനെ കൊന്നതിൽ അവർ പറയുന്നത് وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن. ഇപ്പം മാലഹും എന്ന് പറയുന്നത് ലഫിയല്ലേ സാലിബ. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാ അല്ലന്നെ എന്നാണ്. അപ്പം ചിന്തിച്ചാൽ മതി. സാലിബയിലാണ് ഇസ്തിസ്ന. അപ്പോൾ എന്നിടത്തി പെങ്കട്ടിൽ കൂടിയുള്ള ഹറാമാൻ എണ്ണാൻ പോകുന്നു. അതൊരു മുല കൂടി സബബെണ്ണി കൊടുത്ത ഉമ്മാവട്ടെ ഉമ്മാൻ്റെ സഹോദരിയാവട്ടെ മക്കളാവട്ടെ എല്ലാം കൂടെ പോയി നസബ് പോലെ തന്നെ. ഉമ്മഹാത്തു നിസായിക്കും നിങ്ങളെ നിസായിൻ്റെ ഉമ്മ അമ്മായി അത് പെൺകട്ടിലൂടെയല്ലേ വരുന്നത് അവരെ ഉമ്മഹാത്ത്. അപ്പം അമ്മായി എന്താ അങ്ങോളം പോയി ഭാര്യൻ്റെ ഉമ്മ അങ്ങനെ പോയി. അൽ മുറാദു ബിന്നിസായി അൽ മൻകൂഹാത്തു. മിന്നിസായി എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്യപ്പെട്ട ഇതില്ലേ അലൽ ഇത്ലാഖ്. അപ്പം അതെന്നുണ്ട് നിക്കാഹ് താമാണെങ്കിൽ നിക്കാഹ് കൂടെ തന്നെ ഹറാമായി. അത് പിരിഞ്ഞാലും ശരി മരിച്ചാലും ശരി അങ്ങനെ ഹർമ്മത്ത് നോക്കും. അപ്പം ഞാൻ നേരം ചോദിച്ചല്ലോ സവാം കുന്ന മദ്ഖൂലൻ ബിഹിന്ന ഔല. ദുഖൂൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. നിക്കാഹ് സഹീകരിക്കണം. അപ്പം നിക്കാഹിൻ്റെ കാരണം അത് പിരിഞ്ഞാലും ശരി മരിച്ചു പോയാലും ശരി അങ്ങനെ ഹബാബ് വരെ പോകും. അബൂല വഅലൈഹി ജംഹൂറുൽ ഉലമാ. ഭൂരിപക്ഷം ഉലമാക്കളും ആ മസ്അലയിലാണ്. ഇനി റബായിബ് ഉണ്ട്. റബീബത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ കെട്ടുന്നതിന് മുമ്പ് ആ പെണ്ണുങ്ങൾ വേറൊരു മകളുണ്ട്. അവിടെ എന്താ കൈത് ഇവനിക്ക് ദുഹൂല് പോകണമെന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ദുഹൂലില്ലെങ്കിൽ ഉമ്മാനെ ഒഴിവാക്കിയിട്ട് ജമ്മു പറ്റൂല. ഉമ്മാനെ ഒഴിവാക്കിയിട്ട് മുളക്കട്ട. ദുഹൂലുണ്ടെങ്കിൽ പിന്നെ അബദൻ. നിങ്ങളുടെ കസ്റ്റഡിയിലല്ല. കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജയിലടക്കുന്ന അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ സംരക്ഷണത്തിൻ്റെ കീഴിൽ അർത്ഥമുള്ളൂ. അയാൾ അഡ്മിറ്റാക്കിയതിന് പോലൊന്നും എന്താ വരുത്തുന്നില്ല. അഡ്മിറ്റ് എന്നുള്ള പ്രവേശിപ്പിച്ചൊന്നുമില്ല. കോളേജിലായാലും മദ്രസയിലായാലും ദർസിലായാലും അഡ്മിറ്റ് തന്നെ. സോക്കടൊന്നുമില്ല. അങ്ങനെ അർത്ഥമുണ്ട്. ഇനി എന്നീ പറ അഡ്മിഷൻ എന്നാ. അപ്പോൾ അഡ്മിഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഫീസ് അവിടെ അഡ്മിഷൻ തന്നെ എനിക്ക് വരുത്തുന്നുണ്ടെന്ന് അർത്ഥം. ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. ആരും ടീച്ചറാവാല. മൻ ഹു ടീച്ച്. ആരാണോ പഠിപ്പിക്കുന്നത് സവാം കനാണൻ അത് പെണ്ണ് എല്ലാം ടീച്ചറാണ്. അപ്പം ഫീ ഹുജൂരിക്കും നിങ്ങളെ കീഴിൽ എന്തുകൊണ്ടാ ആ ഉമ്മ ആ കുട്ടി പിരിയാണ്ട് എന്താക്കും ഓരോ കീഴിലുണ്ടാകല് പതിവ്. അപ്പം ഇവൻ്റെ സംരക്ഷണത്തെ എല്ലാം മനസ്സിലാവും. യതീഹാനി പഠിക്കുന്നോളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഫീ ഹുജൂരിക്കും കൈതല്ല. വഹറമ നിക്കാഹ റബായിബി. റബായിബ് ജംഉ റബീബത്തിൻ. റബീബത്തിൻ്റെ ബഹുവചനമാണ് റബായിബ്. വർ റബീബ് എന്ന് പറഞ്ഞാൽ വലതുൽ മർഅത്തി മിൻ ആഖർ. ഈ ഭാര്യയ്ക്ക് വേറൊരാളിൽ കൂടി മക്കളുണ്ട്. അതിനാ പറയുന്നത്. പറക്കാത്ത മൂളെന്ന് ഇപ്പം പറയില്ലേ. സുമ്മിയ ബിഹി. അതെന്താ അങ്ങനെ റബീബ് എന്ന് പേര് വന്നത്? പോറ്റപ്പെടുന്ന പെണ്ണ് എന്നല്ല അർത്ഥം ഉണ്ടായില്ലേ. ലിയന്നഹു യറുബ്ബുഹു കമാ യറുബ്ബു വലദഹു. അവൻ്റെ സ്വന്തം മക്കളെ പോറ്റുന്നത് പോലെ ഭാര്യൻ്റെ മക്കളെ എന്താക്കാൻ പോറ്റും. ഇനി വൽ ഹുജൂറുന്ന. ഹുജൂർ എന്ന ജംഉ ഹജറിൻ ബിൽ ഫത്ഹി വൽ കസ്രി. ഹിജറെന്നും വായിക്കാം ഹജറെന്നും വായിക്കാം. ഫത്ത് കൊണ്ടും കസ്ർ കൊണ്ടും വായിക്കാം. വഹുവ മാ യജ്മഉ അലാ ഫഖദിഹി മിൻ സൗബിഹി. വസ്ത്രമുണ്ടല്ലോ. അപ്പോൾ അത് ചുരുക്കത്തിൽ മടിത്തട്ട് നോക്കാം. എന്താണ് കിതാബ് പറയാൻ മതിമ?
വൽ മുറാദു ബിഖൗലിഹി ഫീ ഹുജൂരിക്കും എന്നന ഫീ തർബിയതികും എന്നാണ്. നിങ്ങളുടെ തർബിയത്തിൻ്റെ കീഴിലാണ് ആരുള്ളത്? ഭാര്യൻ്റെ കുട്ടിയുള്ളത്. യുക്കാലു ഫുലാനും ഫീ ഹജ്രി ഫുലാനിൻ എന്ന് പറഞ്ഞാൽ ഇദാ കാന ഫീ തർബിയത്തി, മോൻ്റെ തർബിയത്തിൻ്റെ കീഴിലാകുമ്പോൾ എന്ത് പറയും? മോൻ്റെ മടിത്തട്ടിലാണെന്ന് പറയും. വസ്സബബു ഫീ ഹാദിഹിൽ ഇസ്തിആറ, ഇസ്തിആറത്താണ് ഇവിടെ നടന്നത്. ഇസ്തിആറത്തെ വായ്പാങ്ങൾ എന്നാ പണ്ടൊരാൾ അർത്ഥം പറിച്ചിന്. എവിടെ വായ്പാങ്ങൾ? ബാങ്കിൽ നിന്നാണ്. എന്താ ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ? രണ്ട് കലിമത്ത്, രണ്ട് ഇസ്മ എന്ന് വെച്ചാൽ ഇത് തമ്മിൽ എന്തോ കൂട്ടി നടക്കുന്നൊരു ബന്ധം ഉള്ളതുകൊണ്ട് ഇത് പോലെയാണെന്ന് പറയുന്ന തശ്ബീഹാക്കിയാൽ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത്, അതാണ് ഇത് ഇസ്തിആറത്തിലാണ് ഉണ്ടായിരുന്നത്. അതുതാൻ അല്ലയോ ഇത് എന്നുവെച്ചാൽ ഇത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിനെ പറ്റി പറയും. അതുതാൻ അല്ലയോ ഇത്, പൂർണ്ണ ബദറാണോ അല്ല തങ്ങളുടെ മുഖമാണോ? ബുദൂറും ബദത്ത് അംലാഹ വജ്ഹു മുഹമ്മദി അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അവിടെയുള്ള ബിത്തിരൂദീൻ ബുദൂറും ബദത്ത് അംലാഹ വജ്ഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുഖമാണോ ഇവിടെ ഉദിച്ചത്, അല്ല കുറേ ബദറുകൾ ഉദിച്ചിട്ടുണ്ടോ? അപ്പം അത് താൻ അല്ലയോ ഇത് എന്ന് വർണ്ണത്തിലാശങ്ക ഉൾപ്രേക്ഷാലങ്കൃതി. മാഷ് പഠിച്ചനാ? പിന്നെ ഈ മലയാളത്തിൻ്റെ നെഹവലും പഠിക്കണം, എങ്കിലും മലയാളത്തിൽ പറയുമെങ്കിലും. മറ്റൊന്നിൻ ധർമ്മയോഗം എന്ന് പറഞ്ഞാൽ വജുഹു ശബഹം. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇത്. അപ്പം എന്താക്കും? അത് പോലെയാണെന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ വരാം, അതാണ് എന്ന് പറയും. അപ്പം മുബ്തദി ഖബർ കാ പോയി, മുബ്തദി ഖബറായ തശ്ബീഹും ബലീഗായി. ഈ മറ്റേതെന്താക്കുക? പറ്റ കളഞ്ഞിട്ട് ബദറിനെ പറഞ്ഞിട്ടുള്ളൂ, പോലെയെന്ന് പറഞ്ഞിട്ടില്ല. ഇസ്തിആറ ഭാഷാർത്ഥത്തിൽ വായ്പാവെങ്കിൽ നടത്തുന്നുണ്ട്. മുഖ്തസർ പരീക്ഷകൾ ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വായ്പാവെങ്കിൽ എത്ര റുപ്യ ബാങ്കിന്നാ? അത് ഭാഷാർത്ഥാന്ന് പറയാം. ഹംല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭോ? ശരി തന്നെ. ഹംലെന്ന് മന്ദിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മുബത്തതവിടെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഖബറും കൊണ്ടുവന്നിട്ട് രണ്ടും ഇങ്ങോട്ട് പറയാം. ഇതും കായും രണ്ടെണ്ണാടെ വെച്ചിട്ട് കൂട്ടിച്ചേർക്കല. ഇതാ ഹംല്. ജയ്ദുൻ എന്ന് പറഞ്ഞ ഒന്നാടെ കുത്തി, അതാണ് മൗദൂഅ്. ഇതിൻ്റെ മുകളിൽ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടിയാണ്. ലിമുൻ എന്ന് പറഞ്ഞാൽ എന്താക്കി അവിടെ കൊണ്ടാട്ട് അവൻ്റെ വലിയ വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പം ഇതിനെന്ത് പറയും? മൗദൂഅ് എന്ന് പറയും, മറ്റേ മഹമൂൽ എന്നും പറയും. മറ്റൊരു ശൈലി ഇത് മുബ്തദ പറയും, അത് ഖബർ എന്ന് പറയും. മറ്റേതിൻ്റെ മുസ്നദുൻ ഇലൈഹി എന്ന് പറയും, അല്ല മുസ്നദ് എന്ന് പറയും. എന്ത് പറഞ്ഞാലും സാധനം മാറിയിട്ടില്ല. എന്താണ് നീ നോക്കുന്നത്? നീ കിതാബെല്ലാം നിറച്ചെടുത്തണേ. ഇൻഷാ അല്ലാഹ്. ഇപ്പം ശരിയില്ലേ? ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? അന്ന കുല്ല മർറബ ഖിശ്ലൻ, ഒരു കുട്ടിനെ പോറ്റുന്ന ഒരാൾ അജ്ലസഹു ഫീ ഹജ്രിഹി, അവൻ്റെ മടിയിലിരുത്തൽ പതിവാന്ന്. അപ്പം മടിയിലിരുത്തപ്പെട്ട ആള് എന്ന് പറഞ്ഞ് പോറ്റുന്ന ആളെന്ന് പരസ്പരം ബന്ധമുണ്ടല്ലോ. അങ്ങനെയാണ് അതിനെന്താക്കുക? ആദ്യം തശ്ബീഹാക്കിയിട്ട് പിന്നെ തശ്ബീഹും ബലീഗാക്കി പിന്നെ ഇസ്തിആറത്താക്കി. പിന്നെ ഫസാറൽ ഹജ്റു ഇബാറത്തൻ അനി തർബിയ. അപ്പം എന്തായിരുന്നൊരു ഹജ്ർ എന്നുള്ളത് തർബിയത്തിനെ തൊട്ട് പറയലായി. കമാ യുഖാലു ഫീ ഫുലാനും ഫീ ഹലാനത്തി ഫുലാനിൻ എന്ന് പറയും. ഒരാൾ മറ്റോൻ്റെ ഹലാനത്തിലാണ് എന്ന് പറയുന്നത് പോലെയായി. ഹലാനത്ത് എന്താ? അവൻ്റെ പോറ്റി വളർത്തലി. വാസ്ലു മിനൽ ഹദനി വൽ വസ്ഫു ഫിൽ ആയത്തി ഖദിജ അല. അതവിടെ തീർന്നേ. ഏതാ വസ്ഫ്? റബായിബിന് വസ്ഫ് പറഞ്ഞു ഫീ ഹുജൂരിക്കും, നിങ്ങളെ മടിത്തട്ടിലുള്ളതെന്നാണ് പറഞ്ഞത്. മടിത്തട്ടിലല്ല, അതാ പറഞ്ഞു. ഓള് യതീംഖാനിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഗൾഫിലാന്ന്. അപ്പം കൈതല്ല, സ്വാഭാവികമായി അത് നിങ്ങൾ കസ്റ്റഡിയിൽ മേൽനോട്ടത്തിൽ ഉണ്ടാകുന്നത് പതിവുകൊണ്ടാണ്. അപ്പം ഈ ഉപ്പാക്ക് നിൽക്കാൻ്റെ അധികാരമില്ലേ? അത് കിട്ടൂലല്ലോ. ഒരിക്കലേ എന്താണ് ഈ ഉപ്പ കാണിച്ചേക്കണമെന്ന് പറയും. അപ്പോൾ പെണ്ണിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉപ്പ എന്തായി? വലിയ ഉപ്പ പയ്യായി മരിച്ചു പോയി. ഇയാൾ പറയുന്നത് ഞാനാണ് 14 കൊല്ലം പോയിട്ട്
ഓളെ സ്കൂളിൽ പഠിപ്പിച്ചു, നമുക്ക് തുടങ്ങി പോകാൻ വായി കൊടുത്തു, വേഗം വായി കൊടുത്തു, പെൻഷന് ചോക്കും കള്ളാസും വായി കൊടുത്തു. എനിക്ക് നിക്കാഹിൻ്റെ അധികാരമില്ല. എന്നാൽ ഏതോ നാട്ടിൽ നിന്ന് ആഴ്ചക്കൊരിക്കൽ വരുന്ന അയാൾക്ക് അധികാരം ഇതും വിടില്ല. വീടണ്ട മുപ്പറേ പെണ്ണ് വാങ്ങണ്ടെന്നല്ലേ ഉള്ളൂ. കാലിറക്കം മടങ്ങിപ്പോയിക്കോളാം. ഈ ഉമ്മാനെ കെട്ടിയ ഉപ്പില്ലേപ്പാ, ഈ ഉപ്പാക്ക് നിക്കാഹ് ആ പെണ്ണിനെ കെട്ടിക്കാനുള്ള നിക്കാഹിൻ്റെ അധികാരം തൊട്ടാവ് നൂറില്ല എന്നേ ഉള്ളൂ. അന്നേരം കിട്ടുമോ? പക്ഷെ അയാൾ അവകാശം പറയുന്നത് 14 കൊല്ലം പോയിന്. ഓക്ക് 5-ാം വയസ്സിലാന്ന് ഉമ്മാനെ ഞാൻ കെട്ടീന്. കാണാൻ പറ്റൂ? തൊട്ടാവ് നൂറിയാന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ചോദിക്കണം. ഉണ്ട്. ഒക്കെ തുടങ്ങിയപ്പം വാങ്ങിയതും പുസ്തകം വാങ്ങിയതും എല്ലാം ഞാനാണ്. എനിക്ക് വിലായത്ത് വേണ്ടി. കാതിയാർക്ക് ആഴ്ചക്കൊരിക്കലേ വരുള്ളൂ. അയാൾക്ക് വിലായത്താ. എന്താ ഇത് ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് കോയപ്പം തന്നെ. വേണ്ട, പോയിക്കോളാം. ആരാ കെട്ടിക്കൊണ്ട് ശിരസാദ? അപ്പം ഏതായി വലിയില്ലെങ്കിൽ പിന്നെ കാതിയാർക്കൊക്കെയല്ലേ വരിക. അപ്പം അകലബ അനുസരിച്ചാണ് ഈ ഹുജൂരിക്കുന്ന കൈത് കൊടുത്തത്. ലിഅന്നഹുന്ന യതസബ്ബജന മഅൽ ഔലാദി സിഗാർ. എടാ, ആ പെണ്ണുങ്ങന്മാർക്ക് കുട്ടികളുള്ളപ്പം തന്നെ കുട്ടികളവിടെ ഒന്നിച്ചന്നെ ഉണ്ടാവുമല്ലോ, മംഗലത്തിൻ്റെ എല്ലാം. പിന്നെ ലിയസ്തന്ന ബിൽ അസ്വാജ് അലാ തർബിയത്തിൽ ഔലാദ്. എന്നിട്ടോ ആ പെണ്ണുങ്ങളെ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഈ അസ്വാജിനെ കൊണ്ട് പെണ്ണുങ്ങൾ എന്താക്കും? സഹായം തേടും. എനിക്കൊരു മോളുണ്ട്, മോളെയും കൂടി ഞാൻ പോറ്റണമെന്ന് പറയും. അപ്പോൾ ഫഖറജൽ കലാമ് മഖറജൽ ഗാലിബ്. അപ്പോൾ ഈ ഹുജൂരിക്കും എന്ന് കൈത് കൊടുത്തത് ഗാലിബിൻ്റെ ഖറജന ലാലൽ ഇസ്തിറാത്ത്, അത് ഷർത്തല്ല. അതാരെ വെക്കുന്നത്? മിൻ നിസാഇകും അല്ലാത്തി ദഖൽതും ബിഹിന്ന. ആ കുട്ടി ഉണ്ടല്ലോ, പറക്കാത്ത മോള് എന്ന് പറഞ്ഞ കുട്ടി, അത് നിങ്ങളെ നിങ്ങൾ ദുഖൂല് ചെയ്ത നിസായിന്നായി. അപ്പോൾ ദുഖൂലാണ് അവിടെ കാരണം വരുന്നത്. ദുഖൂല് മാത്രമല്ല, നിക്കാഹിനോടൊപ്പം. അപ്പോൾ റബായിബ് ഇതിൽ പെടൂല എന്ന് പറഞ്ഞിട്ട് വലിയ മുസ്ലിംകാരെ വാദിച്ചു. അവിടെ എന്തായി? ഫഖദ് അഖ്ത ഖതൻ. എന്താണ്? മൻ ഹറമ നിക്കാഹുഹ അല തഅബീദി ബിസബബിൻ മുബാഹിൻ ലിഹുറുമതിഹിന്ന എന്നാണ് ഈ മെഹറമിൻ്റെ ഇത് വാബിത്ത. മൻ ഹറമ നിക്കാഹുഹ, ഏതൊരു പെണ്ണിന് നിക്കാഹ് ഹറാമായോ അല തഅബീദ് എന്നേക്കും. അപ്പോൾ അല തഅബീദ് എന്ന് ചെയ്തുകൊണ്ട് എന്തായി? ഭാര്യയുടെ ജ്യേഷ്ഠത്യോ അനുജത്യോ പോയി. അത് തഅബീദില്ല. ഓടിപ്പില്ലെങ്കിലും മറ്റുള്ള കട്ടാല. തഅബീദല്ല, അല തഅബീദ് ബി സബബിൻ മുബാഹിൻ എന്ന് പറഞ്ഞ കൈതുകൊണ്ട് എന്താ? ഉള്ളിൽ പെട്ട് റബീബത്ത് പെട്ട് ദുഹൂലിന് ശേഷം, ദുഹൂലിന് ശേഷമുള്ള നിക്കാഹിന് ശേഷമുള്ള ദുഹൂൽ സബബും മുബാഹം. അപ്പം റബീബത്ത് കടന്ന് ലിഹുറുമതിഹിന്ന എന്ന് പറഞ്ഞത് അസ്വാജു താഹിറാത്ത് പുറത്തുപോയി. എന്തുകൊണ്ട്? അസ്വാജു താഹിറാത്തിനെ കെട്ടാൻ പാടില്ല, തങ്ങളെ ബഹുമാനിച്ചിട്ടത്. അത് അതിൻ്റെ ഇബാറത്ത് ആശയത്തിൽ നിൽക്കുന്ന ഇബാറത്താണ്. കുറേ പേര് എൻ്റെ വാബിത്തിട്ടെ. പക്ഷേ ഓരോ വിശ്വസിക്കൂല. പിന്നെ ഇമാം നിങ്ങളെ ചീത്ത പറയിക്കേണ്ട വെറുതെ. അപ്പം ഈ ആ പെണ്ണിനെയും ഞാണിനെയും ജമ്മാക്കുന്ന ഏതാ? ഉപ്പയാ ഉമ്മയാ? ഏതെങ്കിലും ജാമ്യം വേണ്ടേ? സഹോദരിയാണെങ്കിൽ ആ പെണ്ണ് ആദ്യം പാണയിൽ ഒരു കുട്ടിയുണ്ട്. ഈ ആണിന് ആദ്യം കേട്ടിൽ വേറെ കുട്ടിയുണ്ട്. ഈ പെണ്ണും ആ കുട്ടിയും തമ്മിൽ എന്താ ബന്ധം പറഞ്ഞിട്ടെ? ജാമ്യം വേണ്ടേ? ആണിന് ഒന്നിക്കൽ ഷക്കീക്കാവുക, അല്ലെങ്കിൽ അബിൻ്റെ കെയറോഫിൽ വരിക, ലുമാൻ്റെ കെയറോഫിൽ. ഈ കുട്ടിക്ക് ആർക്കും വന്നിട്ടില്ലല്ലോ. അത് നമ്മളിപ്പോൾ ഇറക്കന്നുണ്ടത്.
ഐ കായിനത്തം മിൻ നിസായിക്കും. അതിനാന്ന് പറഞ്ഞത് മുമ്പേ പറഞ്ഞ കാനൂനാണ്. മുമ്പുള്ളത് മൗസൂഫും വന്ന് ഇപ്പോഴുള്ള ജെറിൻ്റെ അർഫും വന്ന് എന്താക്കും അവിടെ സിഫത്ത് മൗസൂഫാക്കണമെങ്കിൽ ഒരു കണക്ഷൻ കൂട്ടണം. അതാണ് മിൻ നിസായിക്കും. കായിനത്തം മിൻ നിസായിക്കും അല്ലാതെ ദഖൽതും ബിഹിന്ന, നിങ്ങൾ ദുഹൂല് നടത്തിയ ആ പെണ്ണുങ്ങളിൽ നിന്നുള്ള റബീബത്ത്. അപ്പം ദുഹൂലാണ് കാര്യം. ദുഹൂലില്ലേ മാന ദുഹൂൽ എന്ന് പറഞ്ഞാൽ ബിഹിന്ന ഇദ്ഖാലുഹുന്ന സത്ർ, മറനുള്ളിൽ കടത്തുക. വഹിയ കിനായത്തും ഞങ്ങൾ ജിമാനത്തൊട്ട് കിനായത്താണ്. ഏത് സാധാരണ തൂറാന വൈത്താന പോകുമ്പോൾ പറയുന്നില്ല എനിക്ക് വളപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഈ ഭാരതം തൂർണത്തൊട്ട് ഈ ഭാരതം ഞാൻ വളപ്പിൽ പോയിട്ട് പറ്റേ. അതെന്താന്ന് അത് പച്ചയിൽ പറയാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് നാവിനെ സൂക്ഷിച്ചു എന്നിട്ടാണ് കൊടുത്തത്. പിന്നീട് എന്താ കലാഉൽ നാജത്ത് എന്ന് പറഞ്ഞു. ഫസാൽ ഇമാം പറഞ്ഞില്ല കലാഉൽ നാജത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മലമൂത്ര വിസർജനം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാദിൽ നാജാത്ത എന്നൊരു ഷെയ്ഖ് പറഞ്ഞ വകയിൽ എന്താക്കി ഇവിടുന്ന് വിമർശിക്കാൻ കണ്ടത് അള്ളാഹ് തൂറുന്നവനാണ് അർത്ഥം വെച്ചത്. അള്ളാഹ് തൂറലുണ്ട് എന്ന് ഈ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് ആരോപണം. അദാബുൽ ഹാജ, ഹാജാത്ത് കൂടാനുള്ള അത് തുറാൻ പോകുന്നതിൻ്റെ മര്യാദ മുത്തഫദ്ദീയ കുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് യാ ഖാദിൽ ഹാജാത്ത് എന്നാണ് തുറാൻ പോകുന്നവനെ എന്നാണ് അള്ളാഹനെ വിളിച്ചത്. ഇവനെന്താകണം, നാട് കടത്തണം. ഓനെ ദൂബർ ഒരു കൊള്ളി കിട്ടിയിട്ട് കുത്തിയിട്ട് ഇങ്ങനെ നടുക്ക് 4 ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കണം. അതാ പറഞ്ഞ മൂത്രം പിടിച്ച് കയറണം. അപ്പൊ അടുത്തുറമൊന്നിനർത്ഥം ഇന്നൊക്കെ മുജീബദ്ദാവാത്ത് യാ ഖാദിൽ ഹാജാത്തിൻ്റെ തോർന്നു എന്നാ മെമ്പർമെന്ന് പറയുന്നത്. പക്ഷെ കുറ്റം പറയാൻ കണ്ടാൽ തൊട്ടതും എടുത്തതും എല്ലാം കുറ്റമായിരിക്കും. അവിടെ എല്ലാ പേരിലും ഇൻസാഫ് ഉടന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ലവാസിമെല്ലാം പറഞ്ഞു തോരണമെന്നെങ്കിൽ തുന്നണ്ടയോ, എന്താണ് തുന്നുക, പൂളയോ ചേമ്പോ, കുറേ ലവാസിമുണ്ട്. ഏതിലാണ്, പൊയ്ക്കക്കൂസിലാണോ നാടൻ കക്കൂസിലാണോ യൂറോപ്പിലാണോ ഇരിക്കുക, ഇതെല്ലാം ശേഖ പറഞ്ഞു. ഇപ്പം തിരിഞ്ഞ അപ്പം ദുഹൂല് കൊണ്ട് ഉദ്ദേശം ജിമാനത്തൊട്ട് കിനാത്താണ്. അപ്പം ഒന്നിച്ച് വെറുതെ ജീവിച്ചത് കൊണ്ടുണ്ടാവില്ല റബീബത്ത് ഹറാമാവില്ല. കൗലിഹിം ബന അലിഹ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെ. വലറബ അലിഹൽ ഹിജാബ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെ. പല ഇബാറത്തുകളുണ്ട്. അതാ അതിൻ്റെ മഫ്ഹൂം തന്നെ എടുക്കുന്നതാ. ഫഇല്ലം തകൂനു ദഖൽതും ബിഹിന്ന, ദുഹൂല് ഉണ്ടായിട്ടില്ല, അസ്ലൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഫലാ ജുനാഹ അലൈക്കും. റബീബത്തിനെ കെട്ടാൻ പറ്റുമോ? ജം പറ്റൂല. ഇതാദ്യം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. ജം എന്നാ പറയുന്നത് ഈ ഇവളും ഈ 2 പെണ്ണുണ്ടല്ലോ, ഈ 2 പെണ്ണിൽപ്പെട്ട ഒരാൾ ആണാക്കി സങ്കല്പിച്ചാൽ ഓർക്ക് പരസ്പര നിക്കാഹ് ബന്ധം പറ്റുമോ നോക്കുക. പറ്റൂല എന്നാണ് ഒരു ഭർത്താവിൻ്റെ കീഴിൽ എന്താക്കാൻ പാടില്ല, ജമാക്കാനും പാടില്ല. ശരിസതെ അങ്ങനല്ലേ? ഇവൻ്റെ സൗജൻ്റെ അനിയത്തിനെടുത്തിട്ട് ഒരാളാണാക്കി ഒരാൾ പെണ്ണാക്കി സങ്കല്പിച്ചാൽ ഓരാളാണ് സഹോദരനും സഹോദരിയാണ്. ആടെ കെട്ടാൻ പറ്റൂലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എന്താ 2 സ്ത്രീകളെ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടാനും പറ്റില്ല. ഇല്ല, മഹറമനായിട്ടില്ലല്ലോ. അത് 2 ഒപ്പല്ലേ വരിക. മഹറമായത് കൊണ്ടല്ലേ തൊട്ടാവൊന്നും അറിയാത്തത്. മഹറമാകണമെന്നെങ്കിൽ നിക്കാഹിന് പുറമെ ദുഹൂലും വേണമല്ലോ. അല്ല ഫീ നിക്കാഹി റബായിബി ഇദാ ഫാറഖതും ഉമ്മഹാത്തിഹിന്ന എന്ന് പറയുന്നത്. ഉമ്മാനെ പെഞ്ഞതിന് ശേഷമേ പറ്റൂ. അതാ പറഞ്ഞത് ജംഅ പറ്റൂല. ഇനി വഹലായിലു അബ്നായികും അല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ ആമക്കളെ ഭാര്യമാർ.
അയ്യോ ഹറുമാലിക്കും സൗജാത്തു അബനായിക്കും അവിടെയും നിക്കാഹ് തന്നെ ഹറാമാവും. സുമ്മിയത്തി സൗജത്തു ഹലീലത്തൻ ലിഹല്ലിഹാ ലിസ്സൗജി. ഈ ഹലായില് എന്നുള്ളത് ഹലീലത്തിൻ്റെ ജമ്മല്ലേ. അപ്പം ആ പെണ്ണ് അബിനായിന് ഹലാലായ പെണ്ണായതിൻ്റെ പേരിലാണ് ഹലീലത്ത് എന്ന് പേര് വന്നത്. അത് അല്ലദീന മിൻ അസ്ലാബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സുൽബിലുള്ള ആമക്കൾ. അന്നെച്ചാൽ ആമക്കൾ നട്ട് കിടന്നല്ലോ പോറ്റി വളർത്തു. ഇവൻ്റെ മോനല്ല. ഓർക്ക് കുടുംബത്തേറ്റ് ബന്ധവുമില്ല, കാണാനും പറ്റൂല, തൊട്ടാവുന്ന മുറിയും ചെയ്യും. അല്ലെ പിന്നെ എന്താക്കണം, 2 വയസ്സിന് മുമ്പ് മുല കൊടുത്തിരിക്കണം. അവൻ മുലകൂടി ബന്ധം കൊണ്ട് ദത്തെടുക്കില്ലേ. ഇപ്പം മക്കളില്ലാത്ത ആൾക്കും പറഞ്ഞിട്ട് എടുക്കില്ലേ. അതെ അതെ, അതിന് സുൽബ് എന്ന് ചെയ്തു കൊടുക്കുന്നു. അപ്പം ലിഖറാജിൽ അദ്ഇയായി, അത് എൻ്റെ മകനാണെന്ന് വിളിക്കപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, അവർ ഒഴിവാക്കാനാണ്. ഏത് ഒരാൾ ഉപ്പയും ആരും ആളില്ലാത്തൊരു കുട്ടി എന്താക്കുന്നു, ഒരാൾ ഞാൻ പോറ്റിക്കണമെന്ന് ഏറ്റെടുക്കുന്നു. പോറ്റും മോന് ഇവരും തമ്മിൽ തൊട്ടാ തോന്നിയാത്ത ബന്ധം എന്താ ഉള്ളത്? ചോറ് വയ്ക്കുന്നുള്ളതാ. അത് പെണ്ണാന്ന് എന്താക്കും, ചിലപ്പോൾ നിക്കാഹിന് കയ്യിൽ നിന്ന് കെട്ടാനും വരും. എന്നാലും പറ്റൂലല്ല, വിലായത്തുണ്ടാ. അഫൽ മുതബന്ന ഇദാ ഫാറഖ ഇംറഅതഹു, ഇംറഅത്തിനെ പിരിഞ്ഞിട്ട് യജൂസു ലിൽ മുതബന്നി നിക്കാഹുഹ, ആ പോറ്റുമോനാണെന്ന് പറയപ്പെട്ട ആൾ ഇംറഅത്തിനെ ഒഴിവാക്കിയാൽ എന്താക്കാൻ, നിക്കാഹ് ചെയ്യാം. വഖദ് തസവ്വജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ ഇബ്നത ജഹ്ഷ്, സൈനബ ബിബി ബാദ അൻ ഫാറഖഹ. സയ്യിദ് ഇബ്നു ഹാരിസ ആദ്യം കല്യാണം കഴിച്ചു. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങൾ പോറ്റിയ മോനാണ്. തങ്ങളെ അസുവാദ് പ്രസവിച്ച മോനല്ല. അപ്പൊ ഉപ്പാന്റെ മകൻ എന്താക്കി, തങ്ങൾ പോറ്റി വളർത്തി. അപ്പൊ ഈ സയ്യിദിന് വിവാഹം ചെയ്തതിന് ശേഷം മോൻ്റെ മകളെ നിക്കാഹ് ചെയ്ത്, മോൻ്റെ ഭാര്യ നിക്കാഹ് ചെയ്തു എന്നല്ല ആളെ ആക്ഷേപം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. അത് കാരണവർക്ക് സ്വന്തം മെലോനിക്ക് കൊടുത്തു എന്ന് ആക്ഷേപം പറഞ്ഞ മാതിരിയാണ്. തങ്ങളെ മക്കളാരുള്ളൂ. ഫസബഅത്തുൻ ഔലാദുഹും ഖാസിമു എന്ന് പറഞ്ഞിട്ട് 7 മക്കള്, 6 എണ്ണമാര് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും 1 മാരിയത്തുൽ ഖിബ്തി. വേറെ ഒരു മക്കളിൽ തങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ല. അപ്പൊ സയ്യിദ് എന്നുള്ള മോനില്ല, പോറ്റിയതാണ്. വകാന കതബന്നാഹു വദഅഹു ഇബ്നൻ, തങ്ങൾ പോറ്റിയതായിരുന്നു. എന്നിട്ട് ദേവന്നൊരു വിളിക്കപ്പെടില്ലേ, അത് മോനെ മോനെ മോന്. ആ മോന് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ പ്രസവിച്ച മോനാകണമെന്നില്ല. ഇനി മറ്റൊരു ഹറാം എന്താന്ന്, 2 ഉഖ്തിന്റെ ഇടയിൽ ഒരുമിച്ച് കൂടുക. അവിടെ ഉഖ്തൈനി എന്നുള്ളത് കൈതല്ല എന്നാണ്. ആ ഉഖ്തൈൻ എന്താക്കണം, അവർ തമ്മിൽ ഞാൻ ഇപ്പം സ്ഥാപിച്ച് പിടിക്കുക. ഒരാൾ ആണായിട്ടും ഒരാളെ പെണ്ണായിട്ട് സങ്കല്പിച്ചാൽ അവർ പരസ്പര നിക്കാഹ് നടത്താൻ പറ്റുമോ എന്നാൽ ജമ്മാക്കാം. പറ്റൂല എന്നാണ് ഉത്തരമെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കീഴിൽ 2 ആളും സൗജായിട്ട് പെരുമാറാൻ, ഒറ്റ നിക്കാഹിലല്ല. ഇവർ ഒരു ഭർത്താവിൻ്റെ കീഴിൽ 2 ഭാര്യമാരാകുക. ഈ ഉഖ്തൈന് പറ്റൂല, ആ ജമ്മ. അപ്പൊ ഉഖ്തൈനിന്ന് എവിടെ ഉള്ളൂ? മത്തിനിലുള്ളൂ, ഖുർആനിൻ്റെ മത്തിന്. പക്ഷെ ഹദീസ് കൊണ്ട് എന്ത് കിട്ടും? അവർ പരസ്പരമുള്ള ആ ലാഭിත വരും. അല്ലേ വിശ്വസതെ? അതാ വഹറുമ അലൈക്കുമുൽ ജംഉ ബൈനൽ ഉഖ്തൈനി, 2 ഉഖ്തിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടല്. അത് ഉഖ്തിൻ്റെ മോളായാലും അങ്ങനെ തന്നെ. എന്തുകൊണ്ട്? ഭാര്യയുടെ ഉഖ്തിൻ്റെ മോള് എന്ന് വെക്കാം. അപ്പൊ കാരണവറും മെരിയോനില്ലായിരുന്നു, മെരിയോളും ഒരാൾ അണക്ക് സങ്കല്പിച്ചാലേ അപ്പൊ കാരണവർക്ക് മെരിയോളെ കെട്ടാൻ പറ്റൂലല്ലോ. അപ്പൊ ആ 2 പെണ്ണിനെ എന്താക്കാൻ പറ്റൂല, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആക്കാൻ പറ്റൂല. എന്തുകൊണ്ടാന്ന്? ഇവർ ഉഖ്തൈനിയാകുമ്പോൾ റഹ്മ് ബന്ധമുള്ള ആളാണ്. ഒരു ഭർത്താവിൻ്റെ കീഴിൽ അയാൾ ഓരോ ലർറത്തൈനിയായി മാറും. സ്വഭാവമാണ്, സംഗതി ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ പുതിയ നിക്കാഹ് ബന്ധം ഉണ്ടാക്കുമ്പോഴേക്ക് ലർറത്തൈനിയുമായിട്ട് റഹ്മ് ബന്ധത്തിന് കോട്ടം പറ്റുന്നത് കൊണ്ട് പറ്റൂല. അപ്പൊ സംഘടനയിൽ ചേർത്തിട്ട് ആക്കുന്ന അവസരത്തിൽ നിങ്ങൾ അനിയനോട് മുണ്ടാൻ പാടില്ലെന്ന് പാസ്സാക്കുന്ന സംഘടനാ ബന്ധം എന്തായി? വാൻ തജ്മഅ ബൈനൽ ഉഖ്തൈനി കിട്ടുമത്, അതിൽ കൂടാൻ പറ്റൂല.
ഇതിനിട്ടില്ല. വയ്യാതെങ്കിൽ ആലോചിച്ചോ. അത് ഹുക്കുമ് ഇനി ഞങ്ങൾ രണ്ടാളും ഒന്ന് ജീവിച്ചോളൂ ഏട്ടത്തിനിയത്തില്ല എന്ന് പറഞ്ഞാലും പറ്റൂലല്ലോ. അള്ളാഹ് കണക്കാക്കി പോയി. അപ്പം ലർറത്തേനിയ പുതിയ നിക്കാഹ് കൊണ്ടിട ലർറത്തേനിയുടെ വൈരാഗ്യം ഏട്ടത്തിനോടും അനിയത്തിനും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു തആല വെച്ചതാണ്. അപ്പം നേരത്തെ സഹോദരി സഹോദരന്മാർ ഉപ്പയും മക്കളായ കഴിഞ്ഞു കൊടുക്കുന്നതിൽ ഒരാളുണ്ടാക്കി ഒരു സംഘടനയും മറ്റാൾ സംഘടനയും ചേർന്നിട്ട് സംഘടന ചെറുത്ത് വെക്കുന്ന മരിച്ചാലും അവിടെ കാണാൻ പറ്റൂല, സലാം ചെല്ലാൻ പറ്റൂല. ആലോചിച്ചോ. ലാഫി മിൽക്കുൽ യമീൻ, മിൽക്കുൽ യമീൻ എന്നൊക്കെ ഒരുമിച്ച് കൂട്ടാം. നിക്കാഹിലേക്ക് പറഞ്ഞിരിക്കുന്നു. മിൽക്കുൽ യമീൻ ഏതാന്ന്? അടിമകളായിട്ട് വിലക്കെടുക്കൽ. അപ്പോൾ ഏട്ടത്തിനെയും കിട്ടി അനിയത്തിനെയും കിട്ടിയിട്ട് വീട്ടിൽ രണ്ടാളും വിലക്കെടുത്താം. ഇല്ലാമാ കത് സലപ്പാട് ഇസ്തിസ്നായി. അത് ഇസ്തിസ്നാവ് മുൻകത്തിയാണ്. മുൻകത്തി എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ഇല്ലാമാക്കത് സലഫയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെടാൻ പാടില്ല. ഇതാ മുൻകത്തി എന്ന് പറയുന്നത്. ജാൽ ഖൗം അത് മുൻകത്തിയാകുമ്പോൾ ഈ ഇസ്തിസ്ന ചെയ്യപ്പെട്ട സാധനം ആദ്യത്തിൽ പെടാത്തതല്ലേ മുൻകത്തി എന്ന് പറയും. ജാൽ ഖൗമി ഇല്ലാ ഹിമാർ എന്ന് പറഞ്ഞു കഴുതി വഹിച്ചിട്ട് എല്ലാവരും വന്നു. അപ്പം കഴുതാൻ തയ്ച്ചില്ല, പെട്ടിട്ടില്ല. ഐ ലാക്കിൻ മാക്കത് മത മുമ്പ് കഴിഞ്ഞു പോയത് ലാ ത്വാഖദൂന ബിഹി. അത് മുമ്പ് പറഞ്ഞല്ലോ. ഇസ്ലാമിൻ്റെ ഹുക്മ് വരുന്നതിൻ്റെ മുമ്പുള്ളത് ഇനിയിപ്പം ചോദ്യമില്ല. അത് പോയത് പോയി. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ ലിമൻ ഫഅല ദാലിക ഫിൽ ജാഹിലിയ്യത്തി. ജാഹിലിയ്യത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെടാത്ത കാര്യം ചെയ്തു പോയാൽ അല്ലാഹു തആല മാപ്പ് കൊടുത്തിട്ടുണ്ട്. റഹീമാണ്. ലിമൻ താബ മിൻ ദുനൂബിഹി വഅതാഅ ലി അംരി റബ്ബി. അള്ളാഹിൻ്റെ ഹുക്മ വന്നപ്പോൾ അതിന് ഭയപ്പെട്ടു കഴിഞ്ഞതിന് തൊട്ട് തോബയും ചെയ്യും. അത് തീർന്നു. ഇനി വൽ മുഹ്സനാത്തും അതിൻ്റെ ബാക്കിയാണ്, മുഹറമാത്തിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് ഖുറാനികൾ പറഞ്ഞത് അവിടെ ആളെ നിർത്തിയിട്ട് വൽ മുഹ്സനാത്തും നാളെ ഓതാൻ തുടങ്ങാൻ പറ്റും, ഇട്ടത കിട്ടൂല അങ്ങനെ പറയും. ഇവിടെ പക്കത്ത് പൂ വരച്ചിട്ടുണ്ടല്ലോ. പൂ വരച്ചത് പ്രസ്തുകാർ വരച്ചെന്ന്, അല്ല വരച്ചല്ല. ഇടവേക്ക് മനസ്സിലായില്ല. സൈക്കോലോ ദിൽഖർ റസൂൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് വൽ മുഹ്സനാത്തും നടന്നുണ്ട്. ഇവിടെ പൂണ്ട് 30 അംശം കഴിഞ്ഞതിന് അർത്ഥമുള്ളൂ. അപ്പം മാക്കബലുമായിട്ട് ബന്ധമുണ്ട്, ബന്ധമില്ലാത്തതുണ്ട്. ഈ മുഹറമാത്ത് എണ്ണുന്ന പട്ടികയിൽപ്പെട്ടാണ് വൽ മുഹ്സനാത്ത്. അതായത് അത് കൊണ്ട് ഉദ്ദേശിച്ച് ഇപ്പോൾ ഒരു വിവാഹിതരായ കഴിയുന്ന ഒരു പെണ്ണിനെ എന്താക്കാം, അവിടെ തലാക്കോ ഫിറാക്കോ എല്ലാം എന്തെങ്കിലും വെച്ച് ഫിറാക്കുണ്ടായിട്ട് അതിൻ്റെ എന്തെയും കഴിയാണ്ട് കെട്ടൂല. മാപ്പിള ഇപ്പം നിലവിലുണ്ട്, ഓൻ ബോംബെയിൽ പോയതിന് 3 മാസമായി വരാത്ത അവിടെ എന്താക്കാം, മറ്റു വിജാപ്പള്ളം കണ്ടുകിട്ടിയല്ലോ ഇവിടുന്ന് വിട്ടുണ്ട്. കളിയർക്കൊന്നും ഇത് കഴിച്ചോ പറ്റൂലല്ല. ഓളിപ്പം നിലവിലുള്ള ഭർത്താവിൻ്റെ കീഴിലല്ലേ ഉള്ളത്. ഓൻ പറ്റില്ല. അപ്പം അല്ല മുഹ്സനാത്ത് എന്ന ഇത്. അപ്പം ഇത് മുഹറമാത്തിൻ്റെ പട്ടികയിൽ എണ്ണീന്. അപ്പം ഇന്നല്ലാഹ ഗഫൂറുർ റഹീമ കാന ഗഫൂറുർ റഹീമാൻ്റെ അവിടെ വെച്ചിട്ട് മുസാഫും പൂട്ടി വെച്ച് പിറ്റേന്ന് വൽ മുഹ്സനാത്തും എടുത്താൽ ഇതെന്തുമ്പോൾ അത്തപ്പാക്കുക. അവിടെ വെക്കുന്ന അവസരത്തിൽ ഒരു താമായ വഖഫിൽ വെക്കണം. അതുപോലെ തന്നെ തഫാവുല് വേണം. മുമ്പോട്ട് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല എന്നെല്ലാം ചേർത്ത് വെച്ചതിനാണ്. അതാ ഹുന്ന ദവാത്തുൽ അസ്വാജ്. ഇത് മുഹ്സനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്വാജ് നിലവിലുള്ള പറ്റി. ഹുന്ന തസ്വീജു അവരുടെ അവിവാഹ ബന്ധം ഉണ്ടാക്കി അവർക്ക് ഹെസിനുണ്ടാക്കിയത് ഐ അഫ്ഫഹുന്ന അനിൽ വുഖൂഇ ഫിൽ ഹറാം. ഹറാമിനെ തൊട്ട് കാക്കാനുള്ള തടവുണ്ടായിന് ഇവരുടെ ഭർത്താവിൻ്റെ കീഴിലുള്ളത് കൊണ്ട്. അങ്ങനെയാണ് മുഹ്സനാത്ത് എന്ന് ആ വസ്തു വന്നത്. വഖദ് വറദൽ ഇഹ്സാന ഫിൽ ഖുർആൻ. ഖുർആനിൽ ഇഹ്സാൻ എന്ന വാക്ക് ഏത് സീനല്ലേ സാധാരണ 4 അർത്ഥത്തിന് വന്ന ബീസായ അർബഅത്തി മആൻ 4 മഅനാക്ക് വന്നിട്ടുണ്ട്. ഒന്ന് അൽ-അവ്വലു അത്തസ്വീജ്, വിവാഹിതരായ സ്ത്രീകളും. പക്ഷെ ഭർത്താവ് ഇപ്പം നിലവിലുണ്ട് എന്നർത്ഥം. എന്നല്ലാണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഓൻ വെച്ച് അല്ലെങ്കിൽ ഓൻ പിരിഞ്ഞോ എന്നാലും പറയാലോ വിവാഹിതരാണ്. കമാ ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അതാ അർത്ഥം.
വൽ മുഹ്സനാത്ത്. രണ്ടാമത്തെ വസ്താനി അൽ ഇഫ്ഫത്തു. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം കാത്തു സൂക്ഷിക്കൽ. അത് മുഹ്സിനീന ഗൈറ മുസാഫിഹീന എന്നുണ്ട്. ഇഹ്സാൻ അളവത്തില്ലേ. വസ്സാലിസു മൂന്നാമതൽ ഹുജ്ജിയ്യത്തു, സ്വതന്ത്ര സ്ത്രീകൾ. കമാഫി ഖൗലിത വമൻ ലം യസ്തതി മിൻകും ഖൗലൻ അൻ യൻകിഹിൽ മുഹ്സനാതി എന്നുണ്ട്. മുഹ്സനാത്ത് എന്ന് പറഞ്ഞാലോ സ്വതന്ത്ര സ്ത്രീകൾ. അതായത് അടുത്ത് വരും. സ്വതന്ത്ര സ്ത്രീകളൊക്കെ കിട്ടാനില്ല, അല്ലെങ്കിൽ വലിക്കാൻ താങ്ങാനാവില്ലെങ്കിൽ എന്താ അടിമ സ്ത്രീകളെ കെട്ടാൻ ചില ഷറൂത്തുണ്ട്. അടിമ സ്ത്രീകളെ കെട്ടാനെങ്കിൽ നിരുപാധിക്കാൻ പറ്റൂല. അത് വരുന്നുണ്ട്. വറാബിയേതാണ് അൽ ഇസ്ലാം എന്ന അർത്ഥത്തിന് വരും. കമാഫി ഖൗലി തആല ഫൈദ വഹസിന്ന, അവർ മുസ്ലിമീങ്ങളായാൽ. അപ്പോൾ അവസരോചിതമായി 4 അർത്ഥത്തിന് മാറും. ഖീല ഫീ തഫ്സീരിഹി ഫൈദ വഹസിന്ന എന്ന തഫ്സീരിലുള്ളത് ഐ അസ്ലംന എന്നാണ്. വഹിയ മാതൂഫത്തുൻ, ഇത് വൽ മുഹ്സനാത്തു എന്ന് തുടക്കണ്ടല്ല, അത് അത്ഫ് ചെയ്യപ്പെടേണ്ടതാണ് അലൽ മുഹറമാത്തി സാബിഖത്തി, മുമ്പ് ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും പട്ടികയിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെ വഖഫില്ല എന്നർത്ഥം. വഹുരിമ അലൈക്കും ദവാത്തുൽ അസ്വാജി, ഭർത്താക്കന്മാരുള്ള സ്ത്രീ. കായിനാത്തി മിനൻ നിസാ, അവിടെ എന്താ മിനൻ നിസാ കൈതോട്ട് കായിനാത്തി. വഫായിദത്തുഹു തഅക്കീദു ഉമൂമിഹാ. വേണ്ടാ മിനൻ നിസായി അല്ലെങ്കിൽ മുഹ്സനാത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടിയില്ലേ പെണ്ണുങ്ങന്ന്. നിങ്ങൾക്ക് ഹറാമ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല അത് പെണ്ണുങ്ങളായിരിക്കും. മറുവശം മുഹ്സനാത്ത് എന്ന് വശം പറഞ്ഞില്ലേ, പിന്നെന്തിനാ മിൻ നിസായിക്കും ചെയ്തു കൊടുക്കുന്നു? പെണ്ണുങ്ങളിൽ നിന്ന് മുഹ്സനത്തായ പെണ്ണുങ്ങൾ എന്നാ. അത് ഉമൂമിനെ തഅക്കീദാക്കലാണ് മിനൻ നിസാ എന്ന് പറഞ്ഞതിനുള്ള കൈതുകൊണ്ടുള്ള ഫായിദ. ഇല്ലാ മാ മലക്കത് ഐമാനുക്കും യുരീദു മാ മലക്കത് ഐമാനുക്കും മിനല്ലാത്തി തുബീന. അറസ്റ്റ് ചെയ്യപ്പെട്ട യുദ്ധത്തിൽ തടവിലാക്കപ്പെടുന്നുണ്ടല്ലോ, അതാണ് ഏത് മലക്കത്ത് ഐമാനുക്കും. വലഹുന്നൽ അസ്വാജു, അവർക്ക് ഇതുണ്ട്, അസ്വാജുണ്ട് ഫീ ദാരിൽ കുഫർ, കാഫിറായ ഗൗജ് അപ്പുറണ്ട്. അതിവിടെ പ്രശ്നമാവില്ല. ഫഹുന്ന ഹലാലുൻ ലി ഗുസാത്തിൽ മുസ്ലിമീൻ. ഗാസിന്റെ ജമം. അപ്പോൾ അവർ മുഹ്സനാത്തിൽപ്പെട്ടിട്ടില്ല. ഹറമല്ലാഹു തആല മുഹ്സനാത്തി മിനൻ നിസായി അല റിജാലി, അത് ഇഫ്ഫത്തുൽ ലിൽ ഹലാനതി വസിഹത്തുൽ ലിൻ നസബി വനസാഹത്തുൽ ലിർദിൽ റിജാലി അൻ ഖിസ്സത്തുൽ ഇഷ്തിറാഖി ഫിൽ ഫിറാഷ്. ഇപ്പം ഭർത്താക്കന്മാർ നിലവിലുള്ള പെണ്ണിനെ അള്ളാഹ് ഹറാമാക്കിയതിനാണ് റിജാലിന്. ഒന്ന് ഹലാനത്തിൻ്റെ ഇഫ്ഫത്ത്, വേറൊരാളെ പെണ്ണിനെ പറ്റും. അതുപോലെ തന്നെ സുഹബത്തുൽ സിഹത്തുൻ നസബ്, സഹിയാവണം. ഈ ജനിക്കുന്ന കുട്ടി ഓൻ്റെതോ ഇവൻ്റെതോ. അപ്പം അതുപോലെ മനുഷ്യൻ്റെ ഇറലിന് അഭിമാനത്തിൻ്റെ കാത്തു സൂക്ഷിക്കലാണ് എന്തിന് ഫിറാഷിൻ്റെ ഇഷ്തിറാക്ക്. അല്ലെങ്കിൽ പാഞ്ചാലിയായി മാറും. പഞ്ചം തന്നെ അഞ്ചാന്ന്. ഹിമ്മ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എന്താക്കുന്നത് ഭർത്താവ് നിലവിലുള്ള പെണ്ണിനെ കെട്ടിച്ചൂടാന്ന് പറയും. പക്ഷേ കാന്തിമാർ എന്താക്കും, ഹതീമാർ നിർബന്ധിച്ചിട്ട് വരും. അവിടെ പണിയാ വേണ്ടി ഇതാ കെട്ടിന്ന് ആദ്യം തീരുമാനിച്ചോളാം. അല്ല ഫല്ലാഹു യുഹിബ്ബു മആലിയൽ ഉമൂർ, ഉന്നതമായ അവസ്ഥകളാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. ഒരാൾ നിസ്സാരപ്പെടുക, കോലം കെടുക, തരംതാകുക എന്നുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വയുബിഗ്ദു സിഫ്സാഫ, അതൊരു ഹദീസാണ്. താണ അഹ്വാലുണ്ടല്ല, അതൊന്നും അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്തതുമാണ്. വഖാല ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും, അതിൽ നിന്ന് ഇഷ്ടത്തിന് ചെയ്തില്ലേ, യാനി മലക്കത്തും ബിൽ ഖുവ്വത്തി വൽ ഗലബ, യുദ്ധം ചെയ്തിട്ട് നിൽക്കാക്കി അല അസ്വാജിഹിന്ന, ഓരോ സൗജിനെതിരെ കുഫാറിൽ നിന്ന്. വലിഹാദ ഔജബ ശർഅ ഫിഹ ഇസ്തിബ്റാഅ ബിഹൈലത്തിൻ, പക്ഷേ കൃത്യപാട് എന്ത് പറ്റൂല, ദുഖൂലൊന്നും പറ്റൂല. ഒരു ഹൈലത്തോണ്ട് ഇസ്തിബ്റാഅ വാജിബാണ്. 3 കുറു കാത്തുക്കൂല, ഒറ്റൊന്നുണ്ട് ഇസ്തിബ്റാഅ. അതുകൊണ്ട് സംഗതി തിരിയും. പക്ഷേ ശറയിൽ വന്നത് 3 കുറവാണ്. അത് മെഷീൻ കൊണ്ടോ മറ്റോ നോക്കിയിട്ട് ബറാഅത്തുർ റഹ്മ ഉണ്ടെന്ന് തിരിഞ്ഞാലും എന്ത് വേണോ, ഇതായിട്ടുണ്ട് വേണോ. ആ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് വന്നിട്ടിപ്പോ അതെല്ലാം ഖാലിയാന്ന്, അതെല്ലാം കൊണ്ടുപോയി ചാട് ഫിഖ് ശറഈന്റെ നിയമം. അതുകൊണ്ടാണെന്ന് ബറാഅത്തുർ റഹ്മ അറിയാൻ വേണ്ടിയാണ് എന്നുള്ളത് ഗാലിബൻ ഔ ലിതഅബ്ബുദി എന്ന് പറഞ്ഞതാണ്.
കിതാബല്ലാഹി അലൈക്കും. ഈ കിതാബല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തർ മുഅക്കിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാ? ഒരു ഫെയില് പറഞ്ഞിട്ട് ആ ഫെയിലിൽ നിന്ന് എന്താക്കും? ഞാൻ ഒരൊറ്റ ഓട്ടം ഓടിയെന്ന് പറഞ്ഞാൽ അത് മസ്തർ മുഅക്കിദാണ്. മഫ്ഊൽ മുത്ലഖെന്നും പറയും. ഒരു ഫെയില് പറഞ്ഞിട്ട് അതേ ഫെയിലിൽ നിന്ന് എടുക്കുന്ന ആ മഫ്ഊലാക്കി കൊണ്ടുവരിക. ഞാനൊരു അടിച്ചു എന്ന ഫെയിലിൽ നിന്നാണ് ഒരു അടി എന്നത് പിടിച്ചത്. എന്നതുപോലെ കിതാബല്ലാഹി ഐ കതബല്ലാഹു അലൈക്കും തഹരീമ ഹഉലായി കിതാബൻ മുഅക്കദാൻ. കണ്ടില്ലേ? മേൽ പറയപ്പെട്ട കുറേ ആൾ ഹറാമാണെന്ന് അല്ലാഹു തആല പറഞ്ഞത് കിതാബൻ, അതുപോലെ ഫറലഹു ഫർലൻ, അത് നിർബന്ധമായും അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. ഇപ്പൊ എണ്ണിയല്ലോ, പറയണ്ടോ? വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, ഇതിന് പറയപ്പെടാത്ത പുറത്തുള്ളത് എന്തായി? നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടു. പക്ഷെ പറയപ്പെടാത്ത ഒന്ന് എന്തുകൊണ്ട്? ഹദീസ് കൊണ്ട് ആക്കിയിട്ടുണ്ട്. ജംഅൻ ബൈനൽ ഉഖ്തൈനി, അത് പറഞ്ഞിട്ടില്ലോ, അതിന് വയ്യ പറയും. ഇശാറത്തുൻ ഇലാ മാ ദുകിറ മിനൽ മുഹറമാത്തിൽ മഅദൂദ ഐ വഹില്ല ലക്കും നികാഹ മാ സിവാഹുന്ന ഇൻഫിറാദൻ വ ജംഅൻ. ഇൻഫിറാദും ജംഉം രണ്ടെണ്ണിട്ടുണ്ട്. ഏതാ ജംഅൽ ബൈനൽ ഉഖ്തൈനിയാന്ന് ജംഇനെ പറ്റി പറഞ്ഞു. നിക്കാഹ് ചെയ്യലല്ല, ഒരാളെ കീഴിൽ ഭാര്യമാവാക്കി കൊണ്ടിട്ട് ഒരുമിച്ച്, അതാ അവിടെ മറ്റേ വഖസ്ത മിൻഹു ബിസ്സുന്ന, അതെന്താക്കി? സുന്നത്ത് കൊണ്ട് ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം വഹില്ല ലക്കും മാ വറാഅ ദാലിക്കും എന്ന് പറഞ്ഞത് ആമല്ല, ഹദീസ് കൊണ്ട് തഖ്സീസ് ആക്കിയതും കൂടെ ഹറാമിൽ പെടുത്തണം. അതാ വൽ ജംഉ ബൈനൽ മർഅതി വ അമ്മതിഹാ വ ഖാലതിഹാ, അവിടെ വൽ ജംഉ എന്നുള്ളത് വാവ് വേണ്ട. ഒന്ന് ആലോചിക്ക് ചങ്ങന്മാരെ. സുന്നത്ത് ഏത്? മാത്തിനിൽ വാൻ തജ്മഉ ബൈനൽ ഉഖ്തൈനിയെ പറഞ്ഞിട്ടുള്ളൂ. ഭാര്യന്റെ ഖാലത്ത്, ഭാര്യന്റെ ഏട്ടത്തി, ഏട്ടത്തിന്റെ മോള്, ഇതെല്ലാം അല്ല ഞാൻ പറഞ്ഞ ദ്വാബിത്ത പറഞ്ഞില്ലേന്ന്. രണ്ട് പെണ്ണിനെ എടുത്തിട്ട് ആ ഒരു പെണ്ണിനെ എന്താ ആണാക്കി സങ്കല്പിക്കുക. ഈ ആണും പെണ്ണും തമ്മിൽ നിക്കാഹ് പാടില്ലാത്ത മഹറമാത്തിൽ പെടുമെങ്കിൽ ഒരു ഭർത്താവിന്റെ കീഴിൽ എന്താ ഒരു ദൗലത്താക്കി കഴിഞ്ഞുകൂടാൻ പാടില്ല. അത് മത്നിയിലില്ലല്ലോ. വാൻ തജ്മഉ ബൈനൽ ഉഖ്തൈനിന്നല്ലോ. അപ്പം ഒരു പെണ്ണിന്റെയും അമ്മത്തിന്റെയോ ഖാലത്തിന്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടലും പാടില്ല എന്ന് എഴുന്ന് കിട്ടി? ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളെ വൽ ജംഉ എന്ന് പറഞ്ഞാൽ മഅന വെക്കൂല. അപ്പൊ ഉഖ്തൈനിയക്ക് പുറമെ ഹദീസ് കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട്. ഭാര്യന്റെ അമ്മത്തിനെ ഓന്റെ നിക്കാഹിൽ കൂട്ടാൻ പറ്റൂല, ജമ്മാ പാടില്ല. അത് ഒന്നിനെ ഒഴിവാക്കിയാൽ മറ്റെടുക്കാം. അത് ഉഖ്തിന്റെ മോളുണ്ടാവും, മോള് കാരണോറും വലിയവനോ ഇല്ലേ? അപ്പൊ അത് മനസ്സിലായില്ലേ? അപ്പൊ വൽ ജംഉ എന്ന ബാബിന്റെ ആവശ്യമില്ല. ഒരു പെണ്ണ് ആ പെണ്ണിന്റെ അമ്മത്തിനെയോ കാലത്തിനോ എന്താകുന്ന ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഭർത്താവിന്റെ കയ്യിൽ പറ്റൂല എന്ന് ഖുർആനിലില്ലെങ്കിലും ഹദീസ് കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ അപ്പൊ വഹില്ല ലക്കും മാ വറാഅ ദാലിക്കും എന്ന് പറഞ്ഞതിൽ ഉഹല്ലയിൽ എന്തില്ല? ഉമൂമില്ലാതായി. അന്തബ്തഗൂ ബയ്യന ലക്കും തഹരീമൽ മുഹറമാത്തിൽ മഅദൂദത്തി, മേൽ പറയപ്പെട്ട ഹറാമായ പെണ്ണുങ്ങളെ ഹറാമാണെന്ന് വെളിവാക്കി തന്ന് വഇഹ്ലാല മാസിബാഹുന്ന, അത് ഒഴികെയുള്ളതിനെ എന്താക്കും? ഹലാലാന്ന് പറഞ്ഞില്ലേ? അത് ഇറാദത അൻ തബ്തഗുൻ നിസാഅ, നിങ്ങൾ നിസായിനെ തേടാൻ ഉദ്ദേശിച്ചാണ്. ആയി തത്ലുബൂഹുന്ന, എങ്ങനെ? ബി അംവാലിക്കും, നിങ്ങളെ പൈസ ഉപയോഗിച്ച്. അപ്പം നിങ്ങൾ പൈസ അങ്ങോട്ടാ കൊടുക്കേണ്ടത്. പൈസ മുതലിട്ടിട്ട് എന്താക്കണം? തേടണമെന്നാ പറയുന്നത്. എന്നിട്ട് പൈസ, പെണ്ണിന്റെ പൈസ പിടിച്ചേറ്റാൻ വേണ്ടി കെട്ടാൻ പോക്കല്ല. ഐബി സർഫിയായ മുഹൂരിഹിന്ന, ഓർക്കുള്ള മഹറിലേക്ക് ചിലവാക്കണം നിങ്ങൾ മാലി. അപ്പൊ മഹൂറുഹിന്ന, മഹൂർ കാരണോറെന്നാ പറഞ്ഞത്. ഇപ്പൊ തർക്കം മാറിയിട്ടില്ലല്ല. മുഹൂറിഹിന്ന എന്ന് പറഞ്ഞ ഉപ്പാര മഹർ എന്നാ കാരണോറ മഹർ എന്നാ പറഞ്ഞത്. അപ്പൊ മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഉപയോഗിക്കണം. അത് തന്നെ മുഹ്സിനീൻ, നേരത്തെ പറഞ്ഞില്ലേ? മുഹ്സിനീൻ ഒരർത്ഥം പറഞ്ഞില്ലേ? അതാണ് ഇഫത്ത്. അതായത് അനധികൃതമായ മാർഗത്തിൽ കൂടി ചേടാൻ പാടില്ല. മുഹ്സിനീൻ
أي تبتغون العفة وتحسين النفس عن الوقوع فيما يوجب اللوم والعقاب. ജനങ്ങളുടെ ആക്ഷേപവും അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയ്ക്കും വിധേയമാകുന്ന കാര്യത്തിൽ അകപ്പെടാത്ത രീതിയിലായിരിക്കണം എന്നതാണ് എൻ്റെ മുഹസിനി. അതിന് നിങ്ങളെ പൈസ അതിന് ചിലവാക്കണമെന്നും അമ്പാലിക്കും അല്ലേ? മുഹസിനിന്റെ ഗൈറ മുസാഫിഹീൻ. السفاح من الزنا والفجور من السفح الذي هو صب المني سمي به لأنه الغرض منه أي محسنين فروجكم غير مسافحين الزوال والمعنى لا تضيعوا أموالكم في الزنا. ആ പൈസ ചിലവാക്കുന്നതും മുഹസിനീങ്ങളായിട്ട് കണ്ടാണം. അത് ലാഹിറുൽ നിക്കാഹ് എന്ന് കണ്ടാലും ചിലപ്പോൾ ബാത്തിൽ എന്താകാൻ പാടില്ല, സിനാകാൻ പാടില്ല. അനുവദിക്കപ്പെടാത്തതോ ഷർത്തൊക്കാത്തതോ വന്നാൽ എന്താവും? നിക്കാഹ് വീട്ടി സിഫാഹായിട്ട് മാറും. അതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. ദീനുക്കും ദുന്യാക്കും, അങ്ങനെ പെട്ടാൽ നിങ്ങളുടെ ദീനും പോയി ദുന്യാവും പോയി. വലാക്കി തസബ്ബജു ബിൻ നിസാഇ, നിസാഇനെന്താക്കുക ഫഹുവ ഖൈറുൽ ലക്കും. ഇനി പറയാം വിക്റുൽ അംവാലി ബി അംവാലിക്കും എന്നെന്തിനാ പറഞ്ഞത്? അത് യദുല്ലു അലാ അന്ന ഖൈറൽ മാലി ലാ യസ്ലഹു മഹറാൻ. അത് ഹനഫി മദ്ഹബാണ്. മുതലല്ലാത്തത് എന്തല്ല മഹറാകാൻ പറ്റൂല. ഷാഫി മദ്ഹബിൽ എന്തുണ്ട്? വില മതിക്കാവുന്ന എന്ത് സാധനം മഹറാക്കുന്നു. ഞാൻ പറഞ്ഞ ചില മസാല എന്താക്കും, മൂപ്പർ ഹനഫിനെ ഇതാക്കും. തീർക്കണ്ടേ? ആ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇസ്തിംതാഅ് ചെയ്ത ഒന്ന്, ഒരു പെണ്ണുങ്ങള് ഞാൻ പറഞ്ഞത് സഹീഹായ നിക്കാഹ് ഉപയോഗിച്ച് നിസായിൽ നിന്ന് നിങ്ങൾ ഉപകാരം എടുത്തത് അമിജിമാഇൻ ഔ ഖൽവത്തിൻ സഹീഹ എന്തോ ഔ ഗൈരി ദാലിക ഫആതുഹുന്ന ഉജൂറഹുന്ന. ഹുന്ന എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ മഹറുന്നാർ. അതിനെ അടിച്ചു പറയുന്നത് ഇപ്പം വിശ്വസിക്കാത്ത ആളുണ്ട്. ഖുർആന്റെ 10 സ്ഥലത്ത് ആവർത്തിച്ചാലും അതെല്ലാം വേറെ. എനിക്കെന്തറിയാം? ഓൾക്കുള്ള ഉജൂറ് കൊടുക്കണം. മുഹൂറഹുന്ന നിങ്ങൾ ചോദിച്ചിട്ട് പോയാൽ പോരാ. കാരണം ഫഇന്നൽ മഹ്റ ഫീ മുഖാബലത്തിൽ ഇസ്തിംതാഇന്റെ മുഖാബലയിൽ മഹർ വരും. അത് ഫരീളത്തൻ അല്ലാഹുവിന്റെ ഫർളാണ്, ബിമാന മഫ്റൂള. വലാ ജുനാഹ അലൈക്കും ഫീമാ തറാളൈതും ബിഹി മിൻ ബഅദിൽ ഫരീള. നിങ്ങൾക്ക് പിഴവില്ല എന്തല്ലേ നിങ്ങൾ പൊരുത്തപ്പെട്ട് ഫീമാ തറായത്തും ബഅദന്നക അലാ സിയാദത്തിൽ മഹരി, മഹർ കുറച്ച് കൂടുതൽ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പൊരുത്തം. അല്ല കുറച്ച് കിട്ടിയാൽ മതി എന്ന ഭാഗത്ത് പെണ്ണിൻ്റെ ഭാഗത്താണെന്നുള്ള സ്വാഭാവികമായി ഉണ്ടായിരുന്നു. പെണ്ണ് പറയുന്നത് അത്രത്തോളം വേണ്ടപ്പോൾ ഞാൻ കുറച്ചാൽ നിൽക്കാം. നിങ്ങൾക്ക് പരസ്പരം പൊരുത്താമെങ്കിൽ നമ്മൾ ഇടപെടില്ല എന്നാണ്. അത് നിങ്ങൾ തീരുമാനിച്ചു. ആദ്യം ഒരു മഹർ തീരുമാനിച്ചു 1000 രൂപ മസാല. ഞാൻ 2000 തന്നേക്കാന്ന് ആര് പറയുന്നു? പുരുഷൻ പറയുന്നു. അതൊന്നും വേണ്ട, അപ്പം 500 രൂപ എന്ന് പറയുന്നു. ആര് പറയുന്നു? പെണ്ണ് പറയും. അപ്പൊ കുറക്കാൻ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് പറയും, കൂട്ടാൻ ആണിന്റെ ഭാഗത്തുനിന്ന് പൊരുത്തേക്കാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഔ അലൽ ഹത്തി, അല്ലെങ്കിൽ ചുരുക്കാൻ വേണ്ടി മിനൽ മഹറിനാലി. ഇനിയോ വാൻ തഹബൽ മറത്തുൽ സൗജിഹ ജമീഅ മഹരിഹ, മുഴുവൻ മഹറും പെണ്ണ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. എന്നാലും വയ്ക്കില്ല. അതുകൊണ്ട് പെണ്ണിന്റെ അധികാരമാണത്. മിൻ ബഅദിൽ ഫരീള, ആദ്യം തീരുമാനിച്ചിട്ടുള്ള ഫറൂദത്തുണ്ടല്ലോ, അതിനുശേഷം ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദിൻ്റെ മസ്ലഹത്ത് എന്താണോ അതും അതുപോലെ തന്നെ അവൻ്റെ ഹക്കാമിൽ ശറആക്കിയ കാര്യങ്ങളെ കൊണ്ടെല്ലാം വൻ ഹകീമുമാണ് ജല്ല ജലാലുഹു വ സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു. അതിന് മോമിനത്തായ എന്താണ് സ്വതന്ത്ര സ്ത്രീകളെ കിട്ടുന്നില്ലെങ്കിൽ എന്താക്കുക? അടിമ സ്ത്രീകളെ കെട്ടാം. പക്ഷേ സ്വാഭാവികമാണ് എന്ന് തന്നെ കിട്ടൂല, സാധ്യമല്ലെങ്കിൽ.